Hello, dear students. Very good evening, everyone. Welcome all to Prescient Part 2 discussion. Audible alle ഒന്ന് comment ചെയ്യാമോ? Okay അല്ലേ? Yes, perfect. Okay, so have you gone through നമ്മുടെ Part 1 discussion? Have you gone through the Part 1 discussion? വീഡിയോസ് ഒക്കെ കണ്ടിട്ടില്ല എല്ലാവരും? PDF-ലൂടെ പോയിരുന്നില്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഹൗ ഡു യു ഫീൽ? കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായോ? സീൻ ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോഴേക്കും കുറച്ചുകൂടെയൊക്കെ പോയിന്റ്സ് ഒക്കെ എഴുതാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഒക്കെ വന്നോ? എന്താണ് അവസ്ഥ? ഓക്കെ, സോ നമ്മൾ പ്രസീൻ പാർട്ട് 2 ഡിസ്കഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. വി ഡിസ്കസ് ടിൽ KPIs, റൈറ്റ്? ഓക്കെ, അപ്പൊ KPIs മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഹോട്ടൽസ് യൂസ് മൾട്ടിപ്പിൾ പെർഫോമൻസ് മെട്രിക്സ് ടു മെഷർ ആൻഡ് മോണിറ്റർ പെർഫോമൻസ്. അതിൽ 6 KPIs ആണ് നമ്മുടെ പ്രസീൻ ഡയറ്റയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഒക്യുപ്പൻസി റേറ്റ്, ആവറേജ് ഡെയിലി റേറ്റ്, റവന്യൂ പെർ അവൈലബിൾ റൂം, ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ, ഗസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഗസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോറിന് GSS എന്നോ അല്ലെങ്കിൽ ഒക്യുപ്പൻസി റേറ്റിന് OR എന്നോ ഒന്നും പറഞ്ഞ് നിങ്ങൾ ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യരുത്. പക്ഷെ നിങ്ങൾക്ക് ആവറേജ് ഡെയിലി റേറ്റിന് ADR എന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റവന്യൂ പെർ അവൈലബിൾ റൂം സംസാരിക്കേണ്ടി വരുമ്പോൾ റെവ്പാർ എന്ന രീതിയിലൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ഓൾറെഡി പ്രസീനിൽ തന്നിരിക്കുന്ന രീതിയിലുള്ള ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യുന്നുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ നിങ്ങൾ ആ എക്സ്പാൻഷൻസ് തന്നെ നിർബന്ധമായിട്ടും ഉപയോഗിക്കണമെന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. പലരും ഇതുപോലെ സമയം ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ ചെയ്യാറുണ്ട്. ഓക്കെ, വിച്ച് വിൽ ഡെഫിനറ്റ്ലി ഗോയിങ് ടു അഫക്ട് യുവർ പ്രൊഫഷണൽ മാർക്സ്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഒക്യുപ്പൻസി റേറ്റ് നമ്മൾ കുറെ കേട്ടുള്ളതാണ്. ഒക്യുപ്പൻസി റേറ്റ് എന്താണെന്നുള്ളത് അല്ലെ? Calculated as number of guest rooms booked on a given day divided by the total number of rooms available for the guest use. Okay, ഇപ്പൊ പെട്ടെന്ന് പറയാനാണെങ്കിൽ അസ്യൂം ഒരു 1960 റൂംസ് ആണ് ബുക്ക് ചെയ്തതെന്ന് വിചാരിക്കുക. ജസ്റ്റ് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 1960 റൂംസ് ഓൾറെഡി ബുക്ക്ഡ് ആയി പോയി. ഓക്കെ, വി ഹാവ് 35 ഹോട്ടൽസ്. ലെവൽ ഹാവ് 35 ഹോട്ടൽസ്. ഈച്ച് ഓഫ് ദ ഹോട്ടൽ ഇസ് ഹാവിംഗ് 80 റൂംസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് അവൈലബിൾ റൂംസ് എന്ന് പറഞ്ഞാൽ 35 into 80 ആണ്. ഹൗ മച്ച് ഇസ് ദാറ്റ്? 35 into 80. ഒന്ന് കമന്റ് ചെയ്ത് 35 into 80 എത്രയാന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. വെരി ഗുഡ്, 2800. വെരി ഗുഡ് അല്ലെ? അപ്പൊ ഈ 2800 റൂംസ് അവൈലബിൾ ആയിട്ട് അസ്യൂം അതിൽ 1960 റൂംസ് നമ്മൾ ഗസ്റ്റ് ഒക്കെ വന്ന് ബുക്ക്ഡ് ആയിട്ടുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ ഒക്യുപ്പൻസി റേറ്റ്? ഒക്യുപ്പൻസി റേറ്റ് is 70%. ഇതിപ്പോ ഞാൻ 70% ഒക്യുപ്പൻസി നേരത്തെ ചെയ്തിട്ടാണ് ഞാൻ ഈ 1960 എത്തിയത്. ഓക്കെ, ഇനി 1960 എന്നല്ല, അവിടെ എന്ത് നമ്പർ ആണെങ്കിലും ഔട്ട് ഓഫ് 2800 റൂംസ് നിങ്ങൾ എത്ര റൂംസ് അവിടെ ആക്ച്വലി ഒക്യുപ്പൈഡ് ആയിരുന്നു, അതാണ് ബേസിക്കലി ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിട്ട് 1960 പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കണ്ടോ, ആനുവൽ ആവറേജ് ഒക്യുപ്പൻസി റേറ്റ് അബൌവ് 70% ഈസ് കൺസിഡർഡ് ഗുഡ്. എസ്ലാൻഡിലുള്ള ഹോട്ടലുകൾ 70യുടെ മുകളിലേക്ക് വന്നാൽ തന്നെ നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1960യുടെ മുകളിലേക്ക് നമ്പർ ഓഫ് റൂം ബുക്കിംഗ്സ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കൺസിഡർഡ് ആസ് ഗുഡ് എന്ന രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് ഒക്യുപ്പൻസി റേറ്റ്. ഒക്യുപ്പൻസി റേറ്റ് കൂടുന്നതാണോ, ഇൻക്രീസ് ചെയ്യുന്നതാണോ, ഡിക്രീസ് ചെയ്യുന്നതാണോ നല്ലതെന്ന് പറഞ്ഞാൽ? ഒക്യുപ്പൻസി റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കോ ഡിക്രീസ് ചെയ്യുന്നതായിരിക്കോ നല്ലതായിരിക്കുന്നുണ്ടാവുക? കമന്റ് ചെയ്തേ. വെരി ഗുഡ് അല്ലെ? എന്തായാലും ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും നന്നായിട്ടുണ്ടാവും. ഒക്യുപ്പൻസി റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലതായിട്ടുണ്ടാവുക. അത് കോമൺ സെൻസ് ആയിട്ട് വരുന്ന കാര്യമാണ്. ഇനി എക്സാമിന് നമ്മൾ ഒരു KPIs ഒക്കെ സ്റ്റേറ്റ് ചെയ്ത സമയത്ത് നോർമലി ചോദിക്കുന്നുണ്ടാവുക, ഈ ഒക്യുപ്പൻസി റേറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? സിനാരിയോയിൽ നിന്നൊക്കെ ഒരു പൊട്ടൻഷ്യൽ റീസൺ പോലെ പറയാനാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. എന്തൊക്കെയായിരിക്കാം? വാട്ട് മേക്സ് ഒക്യുപ്പൻസി റേറ്റ് ടു ഗോ ഹൈ? വെരി ഗുഡ്, സീസൺ ആവുന്ന സമയത്ത്. വെരി ഗുഡ് അല്ലെ? ഔട്ട് മൈനർ എന്ന് പറഞ്ഞൊരു പേര് കാണുന്നുണ്ട്. ഓക്കെ, സീസണിന്റെ ഇഫക്റ്റ് കൊണ്ടുവരാം. വെരി ഗുഡ് ചെയ്യും. സീസൺ ഒബ്വിയസ്ലി ഈസ് എ റീസൺ. പ്രൈസ് കുറയ്ക്കാം. വെരി ഗുഡ് ശ്രീനാഥ് അല്ലെ? പ്രൈസ് കുറച്ചത് കൊണ്ട് നമുക്ക് ഒക്യുപ്പൻസി റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. വെരി ഗുഡ്. ഓർ ഇഫ് ദർ ഈസ് എനി സ്പെസിഫിക് ഇവന്റ് ഹാപ്പനിങ് അറ്റ് ദ ലൊക്കേഷൻ, ഫെസ്റ്റിവൽസോ അല്ലെ, അങ്ങനെ എന്തെങ്കിലും ഇവന്റ്സ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ വെരി ഗുഡ് അല്ല, അതൊക്കെ ഒക്യുപ്പൻസി റേറ്റ് കൂട്ടുന്ന കാര്യം. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു 2-3 എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. എക്സാമിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒക്യുപ്പൻസി റേറ്റ് കൂടുന്ന രീതിയിലോ കുറയുന്ന രീതിയിലൊക്കെ നമ്മുടെ പ്രസീനിൽ തന്നെ KPIs നമുക്ക് കാണാം.
ഏറ്റവും ലാസ്റ്റ് പേജിൽ അവിടെ ഒരു KPI ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്. അവിടെ നമ്മുടെ പ്രീവിയസ് ഇയേഴ്സിലെ ഒക്കുപ്പൻസി റേറ്റ് തന്നിട്ടുണ്ട്. അവിടെ ആ ഇൻക്രീസ് വരാനുള്ള കാര്യവും ഡിക്രീസ് വരാനുള്ള കാര്യമൊക്കെ നമുക്ക് സംസാരിക്കേണ്ടതായിട്ട് വരും എക്സാമിന്. സോ ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. ഓക്കെ, നമ്മൾ ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തൊട്ട് താഴെ തന്നെ പറയുന്നുണ്ട് കേട്ടോ. സ്റ്റിൽ ഞാനൊന്ന് ഒന്നുകൂടെ ആഡ് ചെയ്തേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, ആവറേജ് ഡെയിലി റേറ്റ്, ADR എന്നുള്ളതാണ്. ഓക്കെ, ദിസ് ഇസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ടോട്ടൽ ഡെയിലി റൂം റവന്യൂ ബൈ നമ്പർ ഓഫ് ഗസ്റ്റ് റൂംസ് ഓക്കുപൈഡ്. ഓക്കെ, അതായത് ആവറേജ് ഡെയിലി റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ടോട്ടൽ റവന്യൂ എടുക്കുക, ഒരു ദിവസത്തെ ടോട്ടൽ റവന്യൂ എടുക്കുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഗസ്റ്റ് റൂംസ് ഓക്കുപൈഡ്. ഓക്കെ, ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഫിഗർ പറഞ്ഞേ. ഡെയിലി റൂം റവന്യൂവിന്റെ, ഒരു ദിവസം നമുക്ക് കിട്ടിയേക്കുന്ന റൂം റവന്യൂവിന്റെ ഒരു ഫിഗർ ചുമ്മാ ഒന്ന് ഗസ് ചെയ്തിട്ടൊന്ന് പറഞ്ഞാൽ. ഇനി ഗസ്, നിങ്ങൾ ചുമ്മാ ഒരു നമ്പർ, വെറുതെ ഒരു നമ്പർ പറഞ്ഞാൽ 2750. ഓക്കെ, വെറുതെ ഗസ് ചെയ്യുമ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ കാൽക്കുലേഷൻ KPI മനസ്സിലാക്കാൻ വേണ്ടി എന്ത് നമ്പറും ഗസ് ചെയ്യാം. അത് 2750 പെർ റൂം. ഓക്കെ, കുറച്ചുകൂടെ റിയാലിറ്റി കാൽക്കുലേഷൻ. ഇവിടെ നമുക്കിവിടെ ക്വസ്റ്റ്യനില് നമ്മുടെ ടോട്ടൽ ഒരു വർഷത്തെ റവന്യൂ തന്നിട്ടുണ്ട്. ഒരു വർഷത്തെ റവന്യൂ ഏറ്റവും താഴെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൽ 229 മില്യൺ എന്ന് പറഞ്ഞ് ഒരു വർഷത്തെ ഒരു ആനുവൽ റവന്യൂ ഫിഗർ തന്നിട്ടുണ്ട്. ആ ആനുവൽ റവന്യൂ ഫിഗറിനെ നമുക്ക് വേണമെങ്കിൽ തൽക്കാലം ഡിവൈഡ് ഇറ്റ് വിത്ത് 365 അല്ലെങ്കിൽ 360 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ദിവസത്തെ ടോട്ടൽ റവന്യൂ കിട്ടും. ഒരു റൂമിൽ നിന്നുള്ള റവന്യൂ അല്ല ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, റൂമിന്റെ റവന്യൂ അല്ല സംസാരിക്കുന്നത്. ഐ എം ടോക്കിംഗ് അബൌട്ട് ഡെയിലി റവന്യൂ. ഒരു ദിവസം എല്ലാ റൂംസിൽ നിന്നും കൂടെ നമുക്ക് ജനറേറ്റഡ് ആവുന്ന അല്ലെ റവന്യൂ എന്ന രീതിയിലാണ്. ഓക്കെ, അപ്പൊ തൽക്കാലം ഞാൻ അതിനോട് വളരെ അസോസിയേറ്റഡ് ആയിട്ടുള്ള, വളരെ അടുത്ത് കിടക്കുന്ന ഒരു ഫിഗർ ആയിട്ട് 6 lakh എന്നുള്ളതാണ്. 6 ലക്ഷം രൂപയാണ് ഒരു ദിവസത്തെ റവന്യൂ. ഏതാ ഹോട്ടൽസ് ഒക്കെ ബുക്ക് ചെയ്ത് നമുക്ക് ഏകദേശം 6 ലക്ഷം രൂപ ഇത് കിട്ടുന്നുണ്ട്. 6 5 5 ഇടാം, കാരണം കുറച്ച് പൈസ നമ്മളുടെ ഇവിടുന്ന് വരുന്നതാ, റെസ്റ്റോറന്റിൽ നിന്ന് വരുന്ന എമൗണ്ട് ഒക്കെ ഉണ്ടല്ലോ. സ്റ്റിൽ ഡെയിലി റൂം റവന്യൂ തൽക്കാലം കിടക്കണം 6 lakh. ഡിവൈഡ് ഇറ്റ് വിത്ത് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞ നമ്പർ ഓഫ് ഗസ്റ്റ് റൂംസ് ഒക്കുപ്പൈഡ്. ഇപ്പൊ നമ്മളുടെ ഫിഗർ പ്രകാരം 1960 റൂംസ് ഒക്കുപ്പൈഡ് ആകുമെന്ന രീതിയിലാണ് പറയുന്നത്. ഒക്കുപ്പൻസി റേറ്റ് 1960 ആണെന്ന് വിചാരിക്കും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഫിഗേഴ്സ് ആണ് ഇതൊക്കെ, റാൻഡം ഫിഗേഴ്സ് ആണ്. ഓക്കെ, എത്ര കിട്ടി? 6 lakh ഡിവൈഡഡ് ബൈ 1960 എത്ര കിട്ടി? റൗണ്ട് ചെയ്ത് പറഞ്ഞു, റൗണ്ട് ചെയ്തതിനു ശേഷം പറഞ്ഞാൽ 306 അല്ലെ. ഇപ്പൊ റൂമിൽ നിന്നുള്ള 306 എന്നതിനെ നമുക്ക് ADR എന്ന രീതിയിൽ കണക്ക് കൂട്ടാം. ADR ഇസ് 306 എന്ന് പറയാം. ഓക്കെ, എന്നിട്ട് പറയുന്നുണ്ട്, സി നമ്മളിപ്പോ വളരെ എന്താ പറയാ അസംഷൻസ്, ഒരുപാട് അസംഷൻസിന്റെ ബേസിസിലാണ് ഈ കാൽക്കുലേഷൻ നടത്തുന്നത്. നോക്കി, ADR ജനറലി ടെൻ ടു ബി സ്ലൈറ്റ്ലി ഹയർ ഫോർ ഹോട്ടൽസ് ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ് കമ്പയർഡ് ടു ഹോട്ടൽസ് ഇൻ റൂറൽ. നമ്മുടെ ഹോട്ടൽസ് ഒക്കെ റൂറൽ ആൻഡ് കോസ്റ്റൽ ലൊക്കേഷൻസിലാണ്. ടൗൺസിലുള്ള ഹോട്ടൽസ് ഒക്കെ കുറെ കൂടെ കൂടുതലായിരിക്കും. അപ്പൊ ഒരു ടൗണിലുള്ള ഹോട്ടൽക്ക് ചിലപ്പോൾ 400 ഒക്കെ ആയിരിക്കും ADR ആയിട്ട് വരിക. ലെവലിന്റെ ഹോട്ടൽസ് എല്ലാം റൂറൽ ആൻഡ് കോസ്റ്റൽ റീജിയൻസിലാണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഇനി അടുത്ത റവന്യൂ പെർ അവൈലബിൾ റൂം. ദിസ് ഇസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ടോട്ടൽ റൂം റവന്യൂ. ഓക്കെ, ടോട്ടൽ റൂം റവന്യൂ നമ്മളിപ്പോ ഫിഗർ എടുത്തിരുന്നത് 6 lakh ആണ് അല്ലെ, 600,000 എന്നുള്ളതാണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഗസ്റ്റ് റൂംസ് വിച്ച് ആർ ആക്ച്വലി അവൈലബിൾ ഫോർ യൂസ്. അവൈലബിൾ ഫോർ യൂസ് എത്ര തന്നെയാണ്? 2800 ആണ്. സോ ഹൗ മച്ച് ഈസ് ദ ഫിഗർ? എത്ര വന്ന? എത്ര വന്നെന്ന് കമന്റ് ചെയ്യാമോ? 600,000 ഡിവൈഡഡ് ബൈ 2800 എത്ര വന്നു? 214 എന്നതാണ് ആൻസർ വന്നത്. 214. ഇതാണ് റവന്യൂ പെർ അവൈലബിൾ റൂം. ഓക്കെ, ADR-ഉം റവന്യൂ പെർ അവൈലബിൾ റൂമും ആക്ച്വലി എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ഇങ്ങനെ മനസ്സിലാക്കുക, രണ്ടിന്റെയും ന്യൂമറേറ്റർ എന്താണ്? ഒരു ദിവസം വന്ന ടോട്ടൽ റവന്യൂ ആണ്. ഇവിടെ നമ്മൾ അതിനെ അലോക്കേറ്റ് ചെയ്തേക്കുന്നത് 1960 റൂംസിലേക്കാണ്. ഈ റൂംസിൽ നിന്ന് ആക്ച്വലി മണി വരുന്നുള്ളൂ. നമുക്ക് ക്യാഷ് കിട്ടുന്നത് 1960 റൂംസിൽ നിന്നാണ്. ബട്ട് സ്റ്റിൽ വി ഹാവ് 2800 റൂംസ് വിച്ച് ആർ ആക്ച്വലി അവൈലബിൾ ഫോർ യൂസ്. ഇത് നമ്മൾ ഗസ്റ്റിന് വേണ്ടി കൊടുക്കാൻ വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ റെഡിയാക്കി വെച്ചതാണ്. ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച്, വേരിയബിൾ കോസ്റ്റ് ഒക്കെ ഒരുപക്ഷെ എന്താ പറയുക, വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ അവിടെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സെമി വേരിയബിൾ കോസ്റ്റ് ഒക്കെ ഇൻകർ ചെയ്തിട്ടുള്ള എന്താ പറയുക കോസ്റ്റ് കോമ്പണൻസ് എന്തായാലും ഇൻകർ ചെയ്തിട്ടുള്ള റൂംസ് ആണ് ബാക്കിയുള്ള
ഈ പറയുന്ന 840 റൂംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതും കൂടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ റവന്യൂ എത്രയായിരിക്കണം? 200 ആൻഡ് എത്ര നിങ്ങളിപ്പോ പറഞ്ഞ 14. യെസ്, 214. ദാറ്റ് ഇസ് ആക്ച്വലി റവന്യൂ പെർ അവൈലബിൾ റൂം. ഓക്കെ, എന്നിട്ട് അവർ പറയുന്നുണ്ട് റവന്യൂ പെർ അവൈലബിൾ റൂം എന്നുള്ളത് ആക്ച്വലി ഒക്കുപ്പൻസിയും ADR മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടും. വാട്ട് ഇസ് അവർ ADR? ADR is 306. What is our occupancy rate? Occupancy rate is 70%. So 306 into 70% ഒന്ന് ചെയ്ത് നോക്കിയേ. 306 into 70%. എത്ര കിട്ടി? എത്ര കിട്ടിയെന്നൊന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. 306 into 70%. അല്ലെ 214 വന്നിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പോ അങ്ങനെയും എന്ത് കണ്ടെത്താൻ വേണമെങ്കിൽ റവന്യൂ പെർ അവൈലബിൾ റൂം കണ്ടെത്താം. ഇഫ് യു ഹാവ് ഓൾറെഡി ഫൈൻഡ് ഔട്ട് ദ ഒക്കുപ്പൻസി റേറ്റ് ആൻഡ് ADR, അല്ലെങ്കിൽ ഇനി നമുക്ക് എക്സാമിന് തരുന്ന അഡീഷണൽ എക്സിബിറ്റ്സിലും ADRും ഒക്കുപ്പൻസി റേറ്റും ഓൾറെഡി ഓരോ വർഷത്തെയും തന്നിട്ടുണ്ടെങ്കിൽ റവന്യൂ പെർ അവൈലബിൾ റൂം നമുക്ക് കണ്ടെത്താം. ഇനി നേരെ തിരിച്ചും ആവറേജ് റവന്യൂ പെർ അവൈലബിൾ റൂമും ഒക്കുപ്പൻസി റേറ്റും തന്നിട്ടുണ്ടെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ് ആവറേജ് ഡെയിലി റേറ്റ്. അതായത് ആവറേജ് ഡെയിലി റേറ്റ്, ഒരു റൂമിന്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്നുള്ളതാണ് ശരിക്കും ADR എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഇന്റർലിങ്ക്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു 3 വേരിയബിൾസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ശരി, ഗോയിങ് അഹെഡ്. അപ്പൊ ഇതൊക്കെ കൂടുന്ന നല്ലത് അല്ലെ? ഒക്കുപ്പൻസി റേറ്റ് കൂടുന്ന നല്ലത്, ADR കൂടുന്നതാണോ കുറയുന്നതാണോ നല്ലത്? ADR കൂടുന്നതാണോ നല്ലത്? അങ്ങനെ ഒരു ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ADR കൂടുന്നതന്നെ നല്ലത്. ഒരു റൂമിന് നല്ല റേറ്റ് കൂട്ടി ചാർജ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. പക്ഷെ നമ്മുടെ ഇവിടെ സംഭവിക്കുന്ന കാര്യം, റേറ്റ് കൂട്ടുമ്പോൾ എന്ത് താഴേക്ക് പോകും? ഒക്കുപ്പൻസി റേറ്റ് കുറയുന്ന ഒരു പ്രതിഭാസം ഉണ്ട്. അതങ്ങനെയാണല്ലോ, എല്ലാ ഇൻഡസ്ട്രിയിലും തന്നെ അങ്ങനെ തന്നെയാണ് അല്ലെ? അതൊരു ഒപ്റ്റിമൽ പ്രൈസിലേക്ക് എത്തുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. സോ ADR ആണ് നമ്മൾ ഈ ഒരു ഒപ്റ്റിമൽ, വെരി ഗുഡ് ആരം, നമ്മൾ ഒരു ഒപ്റ്റിമൽ ADR ശരിക്കും കണ്ടെത്തണം. ഒപ്റ്റിമൽ പ്രൈസ് ശരിക്കും കണ്ടെത്തണം. ദെൻ റവന്യൂ പെർ അവൈലബിൾ റൂം, അതും കൂടുന്നത് തന്നെ നല്ലത്. അപ്പൊ ADR കൂട്ടണം അല്ലെങ്കിൽ റവന്യൂ പെർ അവൈലബിൾ റൂം ഒക്കെ കൂട്ടണം എന്നുണ്ടെങ്കിൽ ബേസിക്കലി ഒക്കുപ്പൻസിയിൽ വർക്ക് ചെയ്യുക, ഇവന്റ്സ് കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒപ്റ്റിമൽ പ്രൈസ് കണ്ടെത്തി വെക്കുക. ഇതൊക്കെയാണ് അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ. ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ. ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കി. കാൽക്കുലേറ്റഡ് ആസ് ടോട്ടൽ നമ്പർ ഓഫ് നൈറ്റ്സ് ബുക്ഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബുക്കിംഗ്സ്. ഓക്കെ, എത്ര നൈറ്റ്സ് ആണോ ടോട്ടൽ ബുക്ക് ചെയ്തിട്ടുള്ളത്, that one divided by number of bookings. ഓക്കെ, അപ്പൊ അതെങ്ങനെയായിരിക്കും? ഇപ്പൊ തൽക്കാലം ഒരു മന്തിലെ കണക്കെടുക്കുക. ഒരു എക്സാമ്പിൾ പെട്ടെന്ന് പറയാം. ഒരു മന്തിൽ 30 ഡേയ്സും 30 നൈറ്റ്സും ഓൾറെഡി ബുക്കായി പോയിട്ടുണ്ട്. 30 നൈറ്റ്സും ബുക്കായി പോയിട്ടുണ്ടെങ്കിൽ അവിടെ 30 നൈറ്റ്സ് ആണ്, എല്ലാ ദിവസവും ബുക്കിംഗ് ഉണ്ട് എന്ന രീതിയിൽ നമുക്ക് പറയാം. ടോട്ടൽ നമ്പർ ഓഫ് നൈറ്റ്സ് ബുക്ഡ് വിച്ച് ഇസ് 30 ഡിവൈഡഡ് ബൈ, പക്ഷെ നമ്പർ ഓഫ് പീപ്പിൾ ഹു ബുക്ക് ദിസ് 30 നൈറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ 10 ബുക്കിംഗ്സ് ആക്ച്വലി വന്നിട്ടുള്ളൂ. 10 ബുക്കിംഗ്സ്, ബുക്കിംഗ് ID 10 എണ്ണാണുള്ളൂ. അപ്പൊ 10 ബുക്കിംഗ്സ് ആണ് വന്നത്, വിച്ച് മീൻസ് 30 ഡിവൈഡഡ് ബൈ 10 വിച്ച് ഇസ് 3 എന്ന് കിട്ടി. ആ 3യുടെ മീനിങ് ആണ് പറയുന്നത് ഓൺ ആവറേജ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആവറേജ് ആണ്, അല്ലാതെ എല്ലാവരും വന്നിട്ട് 3 ദിവസം നിന്നുള്ളൂ, അതായത് ചെക്ക് ഇൻ ചെയ്തു, 3 ഡേയ്സ് സ്റ്റേ ചെയ്തു, ചെക്ക് ഔട്ട് ചെയ്തു, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ചിലർ 5 ദിവസം നിന്നിട്ടുണ്ടാവും, ചിലർ 10 ദിവസം നിന്നിട്ടുണ്ടാവും, ചിലർ ഒരു ദിവസം നിന്നിട്ടുണ്ടാവുള്ളൂ. ഓൾ ടുഗദർ ആവറേജ് എന്താണ് പറയുന്നത്? ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ 3 ഡേയ്സ്. ഈ മെഷർ കൂടുന്നതാണോ കുറയുന്നതാണോ നല്ലത്? ഈ മെഷറും കൂടുന്നത് തന്നെയാണ് നല്ലത്. ആൾക്കാർ ഒരു ദിവസം ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് ഒരുപാട് ദിവസം സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്, നമുക്ക് വേരിയബിൾ കോസ്റ്റ് ഒരുപാട് കുറയും. എല്ലാ ദിവസവും വന്നിട്ട് വീണ്ടും ഹോട്ടൽ എന്ത് ചെയ്യണ്ട, ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് അല്ലെ, ആ ഒരു കംപ്ലീറ്റ് ഹൗസ് കീപ്പിംഗിലൊക്കെ കുറെ എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. മേ ബി ബേസിക് ക്ലീനിങ് അവർ നടത്തുന്നുണ്ടാവാം, പക്ഷെ ഒത്തിരി അധികമായിട്ട് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പൊ അതാണ് ഇവിടെ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ കൂടുന്നതാണ് നല്ലത് എന്ന് പറയാനുള്ള റീസൺ. നെക്സ്റ്റ് വൺ, ഗസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ. എഗെയിൻ ഇവിടെയും കൂടുന്നത് തന്നെയാണ് നല്ലത്. സോഷ്യൽ മീഡിയാസിലെയും ഒക്കെ ഒരു ആവറേജ് സ്കോർ എടുത്ത് വെച്ചിട്ട് ചെയ്യുന്നതാണ്, വിച്ച് ഇസ് ഗ്രേഡഡ് ബിറ്റ്വീൻ 1 to 5. 1 എന്ന് പറഞ്ഞാൽ മോശമാണ്, 5 ഇസ് എക്സലന്റ്. ഓക്കെ, താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ എപ്പോഴും ഒരു 4+ റേറ്റിംഗ് ത്രൂ ഔട്ട് ഗസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോറിൽ ഉണ്ടായിരുന്നു, വിച്ച് മീൻസ് നമ്മുടെ ഗസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ പ്രെറ്റി ഗുഡ് ആണ്. ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഇൻഡസ്ട്രി സക്സസ് ഫാക്ടർ ഏതാ? ഗസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഗസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഈ ഇൻഡസ്ട്രിയിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ പ്രസീനിൽ തന്നിട്ടുള്ള ഡാറ്റയാണ്, എല്ലാത്തിലും ഉപരി ഗസ്റ്റ് എക്സ്പീരിയൻസ് നല്ലത് കൊടുക്കാൻ പറ്റിയ നമ്മൾ സക്സസ്ഫുൾ ആവും. ഓക്കെ, സോ ദാറ്റ് ക്യാൻ ഡയറക്ട്ലി
ലിങ്ക്ഡ് വിത്ത് ദിസ് GSS എന്ന് എഴുതരുത്. ഗസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ, GSS. ഓക്കെ, ഇനി അടുത്ത എംപ്ലോയി ടേൺ ഓവർ. അപ്പൊ ഇതുവരെ പറഞ്ഞ എല്ലാ റേഷ്യോസും എല്ലാ KPIസും കൂടുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ എംപ്ലോയി ടേൺ ഓവർ ഈസ് ദ only ratio, only KPI which has to be reduced. എംപ്ലോയി ടേൺ ഓവർ ഹയർ ആണെങ്കിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എംപ്ലോയീസ് വരുന്നു പോകുന്നു. അപ്പൊ നമുക്ക് ഒരുപാട് ട്രെയിനിങ് കോസ്റ്റ് ഇൻവോൾവ് ആവും. ഓരോ പ്രാവശ്യം എംപ്ലോയീസ് വരുമ്പോഴും അവരെ വീണ്ടും വീണ്ടും ട്രെയിൻ ചെയ്യിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. ദാറ്റ് ഈസ് വൺ ബിഗ്ഗർ പ്രോബ്ലം, ഹയർ ട്രെയിനിങ് കോസ്റ്റ്. രണ്ടാമത്തെ കാരണം എന്താ, ഒരിക്കലും എന്താ പറയാ ഹോട്ടലിൽ വരുന്ന കസ്റ്റമേഴ്സുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഒന്നും അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം കഴിഞ്ഞ തവണ വന്ന സമയത്തുള്ള സ്റ്റാഫ് അല്ല ഇത്തവണ അവിടെ നിൽക്കുന്നത് റിസപ്ഷനിൽ. അത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു പരിധി വരെ ടെക്നോളജി കൊണ്ടുവന്നു കഴിഞ്ഞാൽ മൊബൈൽ ഉപയോഗിച്ച് ചെക്ക് ഇൻ ചെയ്യാം എന്ന രീതിയിലുള്ള ടെക്നോളജി ഒക്കെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പരിധി വരെ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ പീപ്പിൾ റീപ്ലേസ്മെന്റ് പോസിബിൾ ആണെങ്കിൽ എംപ്ലോയി ടേൺ ഓവർ അവിടെ ഡ്രാസ്റ്റിക്കലി നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, ശരി. അപ്പോ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമ്പർ ഓഫ് എംപ്ലോയീസ് ലീവിംഗ് ഡ്യൂറിങ് എ ഗിവൺ പീരിയഡ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് എംപ്ലോയീസ്. ഓക്കെ, തൽക്കാലം നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, 10 എംപ്ലോയീസ് ഡ്യൂറിങ് ദ പീരിയഡ് ലീവായി. ഓക്കെ, ഒരു വർഷത്തിൽ 10 എംപ്ലോയീസ് ഓർഗനൈസേഷൻ വിട്ടുപോയി. നമ്പർ ഓഫ് ലീവേഴ്സ് 10 പേരാണ്. ഓർഗനൈസേഷനിൽ ഉണ്ടായിരുന്ന എംപ്ലോയീസ്, തുടക്കത്തിൽ ഉണ്ടായിരുന്ന എംപ്ലോയീസ് 100 പേരാന്ന് വിചാരിക്കാം. ഓക്കെ, എൻഡില് തീരുന്ന സമയം എപ്പോഴേക്കും ഒരു സേ ഫോർ എക്സാമ്പിൾ ഒരു 108 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന്റെ ആവറേജ് എങ്ങനെ കാണും? ഡിനോമിനേറ്റർ ആവറേജ് എങ്ങനെ കാണുന്നത്? ഓപ്പണിംഗ് നമ്പർ ഓഫ് എംപ്ലോയീസ് പ്ലസ് ക്ലോസിംഗ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഓപ്പണിംഗ് നമ്പർ ഓഫ് എംപ്ലോയീസ് പ്ലസ് ക്ലോസിംഗ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ ഈ ഡിനോമിനേറ്റർ കിട്ടും 10/208/2 which is 104. 10/104 എന്നുള്ളതായിരിക്കും നമ്മുടെ എംപ്ലോയി ടേൺ ഓവർ റേറ്റ്. ഇത് എന്ത് ചെയ്യുന്നതാണ് നല്ലത്? ഇതും കുറയുന്നതാണ് നല്ലത്. ബാക്കി എല്ലാം കൂടുന്നതാണ് നല്ലത്. എംപ്ലോയി ടേൺ ഓവർ മാത്രം കുറയുന്നതാണ് നല്ലത്. ഓക്കെ, ഇനി റൈറ്റ് ആഫ്റ്റർ ഡിസിഷൻ പ്ലീസ് ഗോ ത്രൂ ദിസ് ബ്ലൂ ലെറ്റേഴ്സ്, ബ്ലൂ ഫോണ്ടിൽ എഴുതിയ ഈ ഒരു പാരഗ്രാഫ്സിലൂടെ കടന്നു പോകും. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടെ ലാംഗ്വേജിൽ, നമുക്ക് പറ്റുന്ന ലാംഗ്വേജിൽ എഴുതി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഒക്കുപ്പൻസി റേറ്റ് ഇൻക്രീസ് ആണ് ബെറ്റർ. ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോങ്ങർ ഡിമാൻഡ് ഉണ്ട്, നമ്മുടെ ഹോട്ടൽസിന് ഡിമാൻഡ് ഉണ്ടെന്നാണ് അത് മനസ്സിലാക്കുന്നത്. അതേപോലെ നമ്മുടെ അസറ്റ്സ് എല്ലാം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ബെറ്റർ യൂസ് ഓഫ് കപ്പാസിറ്റി എന്നത് കൂടെയാണ് അതിന്റെ ഇൻഡിക്കേഷൻ. ഇനി ഒക്കുപ്പൻസി യൂഷ്വലി കൂടുന്നത് എപ്പോഴാണ്? പീക്ക് സീസൺ വരുമ്പോൾ. നിങ്ങൾ ഓൾറെഡി പറഞ്ഞ ഒരു ആൻസർ ആണ് പീക്ക് സീസൺ. ആരും പറയാത്തൊരു ആൻസർ ആണ് സ്ട്രോങ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ്. മാർക്കറ്റിൽ ഇത്രയധികം കോമ്പറ്റീഷൻ ഉള്ളപ്പോ എന്തായാലും നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഒക്കെ നമ്മളുടെ CMOയ്ക്ക്, നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസ് സ്ട്രക്ചറിൽ നിങ്ങൾ കണ്ടതാണ്, വി ഹാവ് എ CMO. ഓക്കെ, അയാൾക്കൊരു നല്ലൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ലീഡ് ടു ഇൻക്രീസ് ഇൻ ഒക്കുപ്പൻസി. ലോക്കൽ ഇവന്റ്സ് നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ്, അല്ലെങ്കിൽ പ്രൈസിങ്, അത് നമ്മൾ പറഞ്ഞ പോയിന്റ്. ഡിക്രീസ് ചെയ്യുന്നത് ഇക്കണോമിക് ഡൗൺ സൈഡ്സ് ഉണ്ടാകുമ്പോഴോ കോമ്പറ്റീഷൻ വരുമ്പോഴൊക്കെയാണ്. ഈ രീതിയിൽ ഓരോ കാര്യങ്ങളും ADR ഇൻക്രീസ് ചെയ്യുന്നത് നല്ല ബ്രാൻഡിന് നല്ല വാല്യൂ. ലെവൽ PLC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ഭയങ്കര ഒരു മതിപ്പ് തോന്നുന്ന ബ്രാൻഡ് ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റൂമിന്റെ ADR റേറ്റ് കൂട്ടി വെക്കാം. എങ്കിലും ഒക്കുപ്പൻസി റേറ്റ് ഉണ്ടാവും. ഗസ്റ്റ് എക്സ്പീരിയൻസ് നല്ലതാണെങ്കിൽ റേറ്റ് കൂട്ടാം. ഇഫക്റ്റീവ് ഈൽഡ് മാനേജ്മെന്റിനെ പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. ഒപ്റ്റിമൽ പ്രൈസിംഗ് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഡിക്രീസ് ചെയ്യുന്നത് കോമ്പറ്റീഷൻ കാരണം, കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ് കുറയ്ക്കുകയാണ്, അല്ലെങ്കിൽ ഹോട്ടലിന് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഒക്കെ വരികയാണ്. അപ്പോഴൊക്കെയാണ് നമ്മൾ ഒക്കുപ്പൻസി കുറയുന്നു, സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൈസ് കുറയ്ക്കാൻ ശ്രമിക്കുക, ADR. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ഓരോ ഐറ്റംസും എപ്പോഴൊക്കെ ആയിരിക്കും കുറയുക, എപ്പോഴൊക്കെ ആയിരിക്കും കൂടുക എന്ന രീതിയിലാണ്. ഓക്കെ, സോ പ്ലീസ് ഗോ ത്രൂ ദീസ് പാരഗ്രാഫ്സ്. ഓക്കെ, ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേസ് കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. ഗസ്റ്റ് കൂടുതൽ നിൽക്കുമ്പോഴാണ് ലോങ് സ്റ്റേസ് അട്രാക്റ്റീവ്. പിന്നെ ഹോളിഡേ പീരീഡ്സ് ഒക്കെ ആണെങ്കിൽ, ലെഷർ ട്രാവലേഴ്സ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ ലോങ് സ്റ്റേസ് ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുക. ഗസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ, ക്ലീൻ റൂംസ്, ഫ്രണ്ട്ലി സ്റ്റാഫ്, സ്മൂത്ത് ചെക്ക് ഇൻ ചെക്ക് ഔട്ട്, ഇതൊക്കെ അല്ലേ. എംപ്ലോയി ടേൺ ഓവർ വരുന്ന സമയത്ത് നമ്മൾക്ക് അവർക്ക് നല്ല രീതിയിൽ പേ കൊടുക്കണം, അല്ലെ. ഇത് ടേൺ ഓവർ കൂടുന്നത് വളരെ കുറഞ്ഞ പേയ്മെന്റേ ഉള്ളൂ. ഒരുപാട് ആന്റി സോഷ്യൽ അവേഴ്സ് വർക്ക് ചെയ്യേണ്ടി വരികയാണ്. ഏർലി മോർണിംഗ്സ്, ലേറ്റ് നൈറ്റ്സ്, ലോങ് അവേഴ്സ് വർക്ക് ചെയ്യേണ്ടി വരികയാണ്. ട്രെയിനിങ് ഇല്ല, കരിയർ മാനേജ്മെന്റ് അല്ലെ, കരിയർ റെക്കഗ്നീഷൻ ഇല്ല, ഹൈ സ്ട്രെസ്, അതൊക്കെ വരുമ്പോഴാണ് എംപ്ലോയീസ് ലീവ് ചെയ്യുന്നത്. അപ്പോൾ ജനറൽ റീസൺസ് ആണിത്. എന്തെങ്കിലും സ്പെസിഫിക് റീസൺസ് ഉണ്ടോ എന്നുള്ളതും എക്സിബിറ്റ് കിട്ടിയാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതായത് സപ്പോസ്
if in the exam, exhibit number 3 may be associated with a news report regarding the overuse of employees time, അങ്ങനെ എന്തെങ്കിലും എംപ്ലോയീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു മീഡിയ റിപ്പോർട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ ഗസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ കുറയുന്നതിന്റെ ഒരു റീസൺ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു പോയിന്റിലേക്ക് ചൂണ്ടിക്കാണിക്കാം. ഓക്കെ, ഇതിപ്പോ ഞാൻ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? മുന്നോട്ട് പോവാം. ഒന്ന് സീക്ക് ടൈപ്പ് ചെയ്യും എല്ലാവരും. ഓക്കെ അല്ലേ ഇതുവരെ? ഓക്കെ, ഇനി ഇൻഡസ്ട്രി ബോഡി. അവിടെ ഒരു സ്പെസിഫിക്കലി ഒരു ഇൻഡസ്ട്രി ബോഡിയോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇല്ല. ഗവൺമെന്റിന്റെ തന്നെ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിസിറ്റ് ടെസ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ബോഡിയാണ് അവിടെ ഇൻഡസ്ട്രി ബോഡിയായിട്ട് ആക്ട് ചെയ്തത്. സോ ദിസ് ഇസ് ആക്ച്വലി പബ്ലിക് സെക്ടർ ബോഡി, അതായത് ഗവൺമെന്റിനോട് അക്കൗണ്ടബിൾ ആയിട്ടുള്ള, സെൻട്രൽ ഗവൺമെന്റ് അതായത് നാഷണൽ ഗവൺമെന്റിനോട് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു ബോഡിയാണ്. ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ ബോഡിയുടെ മിഷൻ തന്നെ. സോ ഇവർ ചെയ്യുന്നതാണ്, ദേ ആർ ആക്ച്വലി റെസ്പോൺസിബിൾ ഫോർ improving hotel services, and its hotel inspection form part of this role by acting as quality control for the hotel. വിസിറ്റേഴ്സ് ലാൻഡിൽ നിന്ന് ഇൻസ്പെക്ടേഴ്സ് വന്ന് അവര് നമ്മളുടെ ഹോട്ടൽ അമ്യൂണിറ്റീസും സൗകര്യങ്ങളൊക്കെ അവര് ഇൻസ്പെക്ട് ചെയ്തിട്ടാണ് 4 സ്റ്റാർ ആണോ 5 സ്റ്റാർ ആണോ എന്ന രീതിയിൽ റേറ്റിംഗ്സിനെ പറ്റിയിട്ടൊക്കെ ഫൈനലൈസ് ചെയ്യുന്നത്. നമ്മൾ പറയുന്ന റേറ്റിംഗ്സ് ഒരു റിലയബിൾ ആണോ എന്നതൊക്കെ നോക്കുന്നത് അവരാണ്, ഇൻസ്പെക്ട് ചെയ്യുന്നവരാണ്. ഇതാണ് വിസിറ്റേഴ്സ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേക്ക് ഹോൾഡർ, ഒരു ഇൻഡസ്ട്രി ബോഡി അവിടെ ഉള്ളത്. അപ്പോൾ ഇവരുള്ളത് കൊണ്ടുള്ള ബെനിഫിറ്റ്സും അല്ലെങ്കിൽ ഇവിടെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഇമ്പാക്ട് ഓൺ ലവേഴ്സ് കംപ്ലയൻസ് ആൻഡ് റെപ്യൂട്ടേഷൻ. നമ്മൾ ഓൾറെഡി ഒരു 4 സ്റ്റാർ ഹോട്ടൽ ചെയിൻ ആയിട്ട് പൊസിഷൻ ചെയ്തത് കൊണ്ട് തന്നെ വിസിറ്റ് ടെസ്ലാൻഡ് വരെ നടത്തുന്ന എല്ലാ ഇൻസ്പെക്ഷനിലും നമ്മൾ ഈ പറഞ്ഞ കൺസിസ്റ്റൻസി, നമ്മൾ ഈ പറഞ്ഞ അമ്യൂണിറ്റീസ് കാര്യങ്ങൾ, ക്ലീൻലിനെസ്, ഹൈജീൻ ഇതൊക്കെ കാണിച്ചാൽ മാത്രമേ സ്റ്റാർ റേറ്റിംഗ്സ് അവർ ഇൻസ്പെക്ട് ചെയ്ത് ഓക്കെ പറഞ്ഞു പോകത്തുള്ളൂ. നമ്മളത് കംപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ടുള്ള റെപ്യൂട്ടേഷൻ ഡാമേജ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, പിന്നെ വിസിറ്റേഴ്സ് ലാൻഡ് തന്നെ ഓൾറെഡി ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് അഡ്വർടൈസ്മെന്റും മറ്റ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ അതൊക്കെ കണ്ടിട്ട് വിസിറ്റേഴ്സ് ലാൻഡിലേക്ക് വരുന്നുണ്ടാവും. ഐ മീൻ എസ്ലാൻഡിലേക്ക് വരുന്നുണ്ടാവും വിസിറ്റേഴ്സ് ലാൻഡിന്റെ ആഡ് കണ്ടിട്ട്. അത് ഓട്ടോമാറ്റിക്കലി ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയതുകൊണ്ട് നമ്മളെയും ചെറുതായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുമ്പോഴാണല്ലോ നമ്മുടെ ഹോട്ടൽസ് ഒക്കെ ബുക്ക്ഡ് ആയി പോവാ. അപ്പൊ വിസിറ്റേഴ്സ് ലാൻഡിനെ കൊണ്ട് ആക്ച്വലി നമുക്ക് അങ്ങനെ ഒരുപാട് അല്ലെ ഉപകാരങ്ങളുണ്ട്. ദേ ഹാവ് എ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓൺ ദ മാർക്കറ്റിംഗ് ആൻഡ് ടൂറിസം ഡിമാൻഡ് എന്ന് പറയാം. ഓക്കെ, ഇനി വിസിറ്റേഴ്സ് ലാൻഡ് ക്യാൻ ഓൾസോ ഇൻഫ്ലുവൻസ് ഗവൺമെന്റ് പോളിസീസ് റിലേറ്റഡ് ടു ടൂറിസം, സസ്റ്റൈനബിലിറ്റി, ഡാറ്റ പ്രൊട്ടക്ഷൻ, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ഇങ്ങനെ ഒരു അക്കൗണ്ടബിൾ ബോഡി ആയിട്ട്, നാഷണൽ ഗവൺമെന്റിനോട് അക്കൗണ്ടബിൾ ബോഡി ആയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ടൂറിസം ഇൻഡസ്ട്രിയിൽ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സിനാരിയോ ഈ പറയുന്ന ഓണ്ടർപ്രണേഴ്സിന് വരികയാണെങ്കിൽ അത് വെച്ചിട്ട് ഇപ്പൊ ഗവൺമെന്റിനോട് ടാക്സ് കട്ട് ചെയ്യുന്ന കാര്യം, ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് ഒരുപാട് ഇൻഡസ്ട്രി ബോഡീസ് ഇതുപോലെ ഗവൺമെന്റിനോട് റെക്കമെൻഡേഷൻസ് ഒക്കെ നടത്തിയത്, ടാക്സ് ഒന്ന് കുറച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ ലോൺ കൊടുക്കുന്ന സമയത്ത് സബ്സിഡി കൊടുക്കുക, സബ്സിഡൈസ് റേറ്റിൽ ലോൺ കൊടുക്കുക, അതേപോലെ ഫ്രീസ് ചെയ്ത് വെക്കുക ഇൻട്രസ്റ്റ് ഒക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിനോട് റെക്കമെൻഡ് ചെയ്യാനും വിസിറ്റ് ടെസ്ലാൻഡിനെ കൊണ്ട് അതിനുള്ള പവർക്ക് അവർക്കുണ്ട്. ഓക്കെ, സോ ഇത്രയധികം കാര്യങ്ങളാണ് ഇൻഡസ്ട്രിയെ പറ്റിയിട്ട് നമ്മുടെ സിനാരിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. ഞാൻ വീണ്ടും പറയണേ, വളരെ ബേസിക് ആയിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് 1-2 തോട്ട്സ് മാത്രം ഇട്ട് തരുന്ന രീതിയിലാണ് ഈ ഒരു ഡീപ് ഡൈവ് ഡോക്യുമെന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ ഇപ്പം ഇത് നമുക്ക് എപ്പോഴും എഴുതേണ്ടി വരിക, വിസിറ്റ് സ്റ്റാൻഡിനെ പറ്റി കാര്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് അത് നമുക്ക് ഇൻഡസ്ട്രിയെ പറ്റി ഒരു സംസാരം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ എഴുതേണ്ടതുള്ളൂ. ഓക്കെ, അങ്ങനെ എഴുതാനാണെങ്കിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ എഴുതാം, ഇനിയും ഒത്തിരി അധികം കാര്യങ്ങൾ എഴുതാം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ ഡോക്യുമെന്റ് ഇങ്ങനെ നീണ്ടുപോകാതെ തീരില്ല. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ബാക്കി എന്തെങ്കിലും പോയിന്റ്സ് സാർ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചോദിച്ചാൽ എങ്ങനെ ചെയ്യും, അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ പോയിന്റുകൾ വരുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കണക്ട് മീ. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്തത് ലെവൽ ഓവർവ്യൂ. അപ്പൊ ഇൻഡസ്ട്രിയെ പറ്റി സംസാരിച്ച് ഇനി നമ്മൾ കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. Level is a hotel chain founded 40 years ago to offer a high quality industry experience where everyone felt respected and appreciated. അപ്പൊ മനസ്സിലാക്കുക, ലെവൽ വന്നിട്ട് 40 ഇയേഴ്സ് ആയിട്ടുള്ളൂ. നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ക്വസ്റ്റ്യനിലും ഇൻഡസ്ട്രി 100 വർഷമായി അല്ലെങ്കിൽ ഇൻഡസ്ട്രി 200 വർഷമായി, എന്നിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ 100 ഇയേഴ്സ് മുന്നേ ഉണ്ട്, അല്ലെങ്കിൽ 15 വർഷം മുന്നേ, 20 വർഷം മുന്നേ എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇവിടെയും ഓർഗനൈസേഷന്റെ കാര്യം പറയുന്നുണ്ട്, ഫൗണ്ടഡ് 40 ഇയേഴ്സ് ഒക്കെ. പക്ഷെ ഈ ഇൻഡസ്ട്രി എത്ര കാലം പഴക്കമുള്ളതാണെന്നുള്ള കാര്യമൊന്നും പറയുന്നില്ല. റീസൺ എന്താണെന്ന് വെച്ചാൽ ഹോട്ടൽ ഇൻഡസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എത്രയോ മുന്നേ തന്നെ ഹോട്ടൽസും ഒക്കെ ആൾക്കാർ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു
വളരെ ബേസിക് നെസസിറ്റി ആയതുകൊണ്ട് തന്നെ ഇപ്പൊ പെറ്റ് സർവീസസോ അല്ലെങ്കിൽ നമ്മൾ ബാക്കി ഇപ്പൊ ഫുട്ബോൾ ടർഫിന്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നു, ഫുട്ബോൾ അതുപോലെയല്ല, അതിനും ഒരുപാട് മുന്നേ തന്നെ ഉള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇൻഡസ്ട്രിയുടെ ഒരു നമ്പർ ഒന്നും അവിടെ സ്പെസിഫിക്കലി പറയാത്തത്. അൺലൈക്ക് ഹോട്ടൽസ് ഇൻ മെനി ഓഫ് ദ ലാർജർ ചെയിൻസ് ഇൻ എസ്ലാൻഡ്. അപ്പോൾ ബാക്കിയുള്ള ചെയിൻസിൽ നിന്നും എസ്ലാൻഡിന്റെ കേസിൽ വ്യത്യാസമുള്ളത് ഇവർക്കൊരു സ്റ്റാൻഡർഡൈസ്ഡ് ഡിസൈൻ ഒന്നുമില്ല. ഇവരെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന ലെവലിന്റെ ബ്രാൻഡിലാണ്. ഓക്കെ, ബാക്കി ചെയിനും അങ്ങനെ തന്നെയാണ്. എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ഈച്ച് ഹോട്ടൽ ഹാസ് ഇറ്റ്സ് ഓൺ ഡിസ്റ്റിങ്റ്റീവ് സ്റ്റൈൽ, ഓഫൻ റിഫ്ലക്ടിങ് ഇറ്റ്സ് ലോക്കൽ ഏരിയ ലോക്കൽ ഹിസ്റ്ററി. ഓക്കെ, നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു കൊച്ചി സൈഡിൽ, എറണാകുളം സൈഡിൽ ഒരു ഹോട്ടൽ ലെവലിലുണ്ടെങ്കിൽ ആ ഹോട്ടലിലേക്ക് കയറുന്ന സമയത്ത് തന്നെ അവിടെ അവര് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എറണാകുളം എന്ന അല്ലെ ഈ ഒരു പെർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റിന്റെ കൾച്ചറും കാര്യങ്ങളും, ഫോർട്ട് കൊച്ചി അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കൊച്ചിയിലെ സ്പെസിഫിക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കൈൻഡ് ഓഫ് പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ തീംഡ് ആയിട്ടായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ ഗസ്റ്റ് എല്ലായിടത്തും കിട്ടുന്ന എക്സ്പീരിയൻസ് സെയിം ആണ് എന്ന് പറയാൻ കഴിയില്ല. ആ സൈഡ് നമ്മൾ സ്റ്റാൻഡർഡൈസ് ഇല്ല. കാലിക്കറ്റ് സൈഡിലാണ് വരുന്നെങ്കിൽ അവർ കാണുന്നത് ബീച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലെ ആ ഒരു തീമിലായിരിക്കും അവിടുത്തെ ഹോട്ടൽസ് അവർ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ലെവൽ മറ്റ് ചെയിനുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്. ദിസ് കുഡ് ബി സീൻ ആസ് എ കോമ്പറ്റേറ്റീവ് എഡ്ജ്. കോമ്പറ്റീറ്റേഴ്സിനില്ല, നമുക്കുണ്ട് എന്ന രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ആ ഒരു ഇൻഡിവിജ്വൽ ഡിസൈൻ, ദിസ് ഇസ് എ ഫീച്ചർ വിച്ച് അട്രാക്ട് ഗസ്റ്റ് ടു സ്റ്റേ അറ്റ് ദിസ് പെർട്ടിക്കുലർ ഹോട്ടൽ. 35 ഹോട്ടൽസും എല്ലാം സിമിലർ സൈസിലാണ്. 80 റൂംസ് വെച്ചിട്ടുണ്ട്, ഗസ്റ്റ് റൂംസ് 80 റൂംസ് ഉണ്ട്, വിത്ത് റെസ്റ്റോറന്റ്, ബാർ ആൻഡ് ലെഷർ ഫെസിലിറ്റി. സോ ഒബ്വിയസ്ലി ഉണ്ടാവും, ബിക്കോസ് വി ആർ എ 4-star hotel. The hotels are located in rural or coastal locations, therefore ADR will be low. അല്ലെ, ഇപ്പോൾ നമ്മുടെ എല്ലാ ഹോട്ടൽസും റൂറൽ അല്ലെങ്കിൽ കോസ്റ്റൽ ലൊക്കേഷൻ ആണ്. മെജോറിറ്റി ഓഫ് ഗസ്റ്റ് ആർ ലെഷർ ഗസ്റ്റ് ആസ് വെൽ. അപ്പൊ ബിസിനസ്സുകാർ വരാനുള്ള സാധ്യതയും കുറവാണ്, ബിക്കോസ് ബിസിനസ്സുകാർ വരുന്ന സമയത്ത് ബിസിനസ് ട്രാവലേഴ്സ് ആർ ഗിവിംഗ് വാല്യൂ ഫോർ ദ കൺവീനിയൻസ്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സിറ്റി ടൗണിൽ മീറ്റിംഗ്സിന് പോകാൻ വേണ്ടിയിട്ട് ആക്സസ് ആണ്, അവര് പ്രൊഡക്ടിവിറ്റിയാണ്, ആ ട്രാവൽ ടൈം കുറഞ്ഞിരിക്കുക എന്നൊക്കെ ഉള്ളതൊക്കെയാണ് അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഓൾറെഡി റൂറൽ ഓർ കോസ്റ്റൽ സൈഡിലാണെങ്കിൽ ബിസിനസ് ട്രാവലേഴ്സ് വരാനുള്ള സാധ്യതയും കുറവാണ്. അപ്പൊ നമ്മൾ പക്ഷെ അവർ വരാറുണ്ട്, പക്ഷെ മെജോറിറ്റി ഗസ്റ്റും എന്താണ്, ലെഷർ ഗസ്റ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ 4-star റേറ്റിംഗ് ആണ്. ഓണർ മാനേജ്ഡ് ബിസിനസ് മോഡലാണ്. വി ഹാവ് നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ് ഫ്രാഞ്ചൈസ് എഗ്രിമെന്റ്സോ അല്ലെങ്കിൽ മറ്റൊരു അറേഞ്ച്മെന്റ്സ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ആൻഡ് വി ആർ ലിസ്റ്റഡ് കമ്പനി ഇൻ എസ്ലാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, ആ കൺട്രിയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആണ്. 80% ഓഫ് ഷെയർസും ഹെൽഡ് ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താ? 80% ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ മീനിങ് എന്താ? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ മീനിങ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആർ ആക്ച്വലി ദോസ് ഹു ആർ ഹാവിംഗ് ലാർജ് എമൗണ്ട് ഓഫ് ഫണ്ട്സ്. ഇപ്പൊ LIC അല്ലെങ്കിൽ UTA, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പോലെയുള്ള ഓർഗനൈസേഷൻസിനെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് വിളിക്കുക. ആളുകൾ, വലിയ വലിയ ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെയാണ്. ബേസിക്കലി അവരുടെ കയ്യിൽ നിന്ന് ഇൻഷുറൻസ് പ്രീമിയം ആയിട്ട് നമ്മൾ അടയ്ക്കുന്ന തുകയൊക്കെ കൂട്ടി 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 അത് അക്യുമുലേറ്റഡ് ആയിട്ട് വലിയൊരു ഫണ്ട് അവർക്ക് അവരുടെ കയ്യിലുണ്ടാവും. ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് അവർ പല ഗ്രോയിങ് കമ്പനീസിലും അതിന്റെ ഷെയർസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചില കമ്പനിയിലൊക്കെ ഇതുപോലെ മെജോറിറ്റി ഷെയർ ഹോൾഡിംഗ് വെച്ചുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇരിക്കും. ഓക്കെ, എന്നിട്ട് അതിൽ നിന്നുള്ള റിട്ടേൺസ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, ഹൈലി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കമ്പനീസും ആയിരിക്കും മോസ്റ്റ്ലി. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ വായിച്ച ലെവലിന്റെ ഇൻഡസ്ട്രിയെ പറ്റി പറയുന്ന സമയത്തുള്ള അസോസിയേറ്റഡ് കാര്യങ്ങളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. യെസ്, അക്യൂസിഷൻ ഡെഫിനറ്റ്ലി നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അക്വയർ ചെയ്യുന്നത് എക്സ്പെക്ട് ചെയ്യാം, നമ്മളെ മറ്റൊരു വലിയ ചെയിൻ അക്വയർ ചെയ്യുന്നത് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ബിസിനസ് സെഗ്മെന്റിൽ മാത്രമുള്ള ഒരു ചെയിൻ വന്നിട്ട് ലെഷർ സെഗ്മെന്റിൽ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണല്ലോ നമ്മൾ എങ്കിൽ നമ്മളെയും കൂടെ അക്വയർ ചെയ്യാം. അതാകുമ്പോൾ എല്ലാ കസ്റ്റമർ സെഗ്മെന്റും സാറ്റിസ്ഫൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് നമ്മളെ അക്വയർ ചെയ്യാൻ വരാം. അപ്പൊ അങ്ങനത്തെ സിനാരിയോസ് ഒക്കെ ഉണ്ടാവും. പ്ലസ് അതേപോലെ തന്നെ ഫ്രാഞ്ചൈസ് എഗ്രിമെന്റ്, ഇപ്പൊ നമ്മൾ ഇതുവരെ ഒരു ഓർഗാനിക് സ്ലോ ഗ്രോത്ത് ആയിരുന്നു, ഇനി അങ്ങോട്ട് ഫ്രാഞ്ചൈസ് എഗ്രിമെന്റ് വെച്ച് ഗ്രോ ചെയ്യുന്ന സിനാരിയോസും ഇതൊക്കെ പറയാം. കാരണം നമ്മളൊരു നീഷ്, നമുക്ക് ഓൾറെഡി കോമ്പറ്റീറ്റീവ് എഡ്ജ് ഉണ്ട്. ഈ പറയുന്ന ഡിസൈനിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ആ കോമ്പറ്റീറ്റീവ് എഡ്ജ് ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു പൊട്ടൻഷ്യൽ അക്യൂസിഷന് ഡെഫിനറ്റ്ലി സിനാരിയോയിൽ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ജോയിൻ വെഞ്ചർ എന്ന് പറഞ്ഞിട്ട്. അതായത് ഓൾറെഡി ഹാലിയറ്റ് എന്ന് പറഞ്ഞൊരു ടീമിനെ നമ്മൾ കണ്ടു, 4-സ്റ്റാറിൽ തന്നെയുള്ളത്. ഹാലിയറ്റിന് വേറെ കുറച്ചുകൂടെ ഒക്കെ സിറ്റി ലൊക്കേഷൻസിലാണ് നമ്മളുള്ളത് എന്ന് വിചാരിക്കും. ഓക്കെ, നമ്മളുള്ളത് റൂറൽ സൈഡിലാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ജോയിൻ വെഞ്ചർ ആയിട്ട് റൺ ചെയ്യാം. അപ്പൊ നമ്പർ ഓഫ് ഹോട്ടൽസും റൂംസും കാര്യങ്ങളും നമ്മുടെ ബ്രാൻഡ് വാല്യൂ കൂടും എന്ന രീതിയിലൊക്കെ നമുക്ക് അവിടെ സംസാരിക്കാം. ഒരു ജോയിൻ വെഞ്ചറിനോ അക്യൂസിഷനോ ഒക്കെ സാധ്യതയുണ്ട്. ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി അപ് ടു ദ എക്സിബിറ്റ് ഇൻഫർമേഷൻ. ഓക്കെ,
ഇനി ബ്രാൻഡ് പൊസിഷനിങ് ലെവൽ കോമ്പീറ്റ്സ് ഇൻ 4-സ്റ്റാർ ലക്ഷർ മാർക്കറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു ബ്രാൻഡ് ഐഡന്റിറ്റിയുടെ കാര്യം പറയുന്നത് പേഴ്സണലൈസ്ഡ് അല്ലെങ്കിൽ ആ ഒരു ലോക്കൽ എക്സ്പീരിയൻസ് കിട്ടണം എന്നുള്ളവർക്കാണ് കൂടുതലും, അല്ലെ, അങ്ങനെയുള്ള ഗസ്റ്റിന് നമ്മളേ ഉള്ള ഒരു ഓപ്ഷൻ. ദെൻ ഓപ്പറേഷണൽ കൺസിസ്റ്റൻസി ചാലഞ്ചസ്. ഓരോ ഹോട്ടലിലും സെപ്പറേറ്റ് ഡിസൈനും ക്യാരക്ടറും തീം ഒക്കെ ഉൾക്കൊള്ളിച്ച് ആയതുകൊണ്ട് തന്നെ ഓപ്പറേഷൻസിൽ എന്താ പറയാ, കുറച്ച് സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. കാരണം എല്ലായിടത്തും ഇപ്പൊ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മളിപ്പോ പെയിന്റിങ്ങിന്റെ എക്സാമ്പിൾ പറഞ്ഞത്, പെയിന്റിംഗ് തന്നെ ഓരോ ലൊക്കേഷനിലും ഡിഫറെന്റ് കൈൻഡ് ഓഫ് പെയിന്റിംഗ്, അല്ലാതെ അവിടെ നമുക്ക് സ്റ്റാൻഡർഡൈസ്ഡ് അല്ല. സോ ദാറ്റ് ഇസ് ആൻ ഓപ്പറേഷണൽ കൺസിസ്റ്റൻസി ചാലഞ്ച്. ഇമ്പാക്ട് ഓഫ് റൂറൽ ആൻഡ് കോസ്റ്റൽ ലൊക്കേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീസൺ ടൈം ആണെങ്കിൽ ഓക്കെയാണ്, ADR വിൽ ബി ഹൈ. അതല്ലാത്ത സമയത്തൊക്കെ ADR കമ്പാരിറ്റീവ്ലി കുറവായിരിക്കുന്ന ഒരു സ്ഥലമാണ്. പ്ലസ് ഓഫ് സീസൺ സമയത്താണെങ്കിൽ ആരും ഉണ്ടാവണമെന്നില്ല. വളരെ ലോ ഓക്കുപ്പൻസി റേറ്റ് ഉള്ള ഒരു സെഗ്മെന്റിലാണ് നമ്മളുള്ളത്. ഇനി കറന്റ് ഓണർ മാനേജ്ഡ് മോഡൽ ആയതുകൊണ്ട് തന്നെ കൺട്രോളും റിസ്ക്കും എല്ലാം നമുക്ക് തന്നെയാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 80% ഷെയർ ഹോൾഡ് ചെയ്യുന്നതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ ഡിസിഷൻസിൽ അവരുടെ ഇൻഫ്ലുവൻസ് വളരെ വലുതായിരിക്കും. ഓക്കെ, ഇനി കമ്പനി ഗ്രോത്ത്, ലെവലിന്റെ ഒരു ഗ്രോത്ത് ആണ്. ടു ഡേറ്റ് ലെവൽ ഹാസ് ഗ്രോൺ ഓർഗാനിക്കലി. ഓരോ പുതിയ ഹോട്ടൽ ഓപ്പൺ ചെയ്യാവുന്ന കപ്പാസിറ്റി ഒക്കെ ഫൈനാൻഷ്യലി ആയി വരുമ്പോഴേക്കും അവർ ഒരു ഹോട്ടൽ തുടങ്ങും, വീണ്ടും അത് റൺ ചെയ്ത് തുടങ്ങും, വീണ്ടും അത്യാവശ്യം ഫണ്ടൊക്കെ റീറ്റെയിൻ ഏർണിംഗ്സിലേക്ക് വരുമ്പോൾ അവരെന്ത് ചെയ്യും, വീണ്ടും ഒരു ഹോട്ടൽ. ആ രീതിയിൽ ഒരു സ്ലോ ആൻഡ് ഓർഗാനിക് ഗ്രോത്ത് ആണ്. കാരണം നമ്മുടെ ഹിസ്റ്ററി ഇപ്പൊ ഓൾറെഡി കണ്ടതാണ് അല്ലെ, 40 ഇയേഴ്സ് ആണ് നമ്മുടെ ഹിസ്റ്ററി. അപ്പൊ 40 വർഷം കൊണ്ടാണ് നമ്മൾ 35 ഹോട്ടലുകൾ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു വർഷം ഒരു ഹോട്ടൽ എന്ന സിനാരിയോ ഇല്ല. ഓക്കെ, ഒരു 1.25 വർഷമൊക്കെ കൂടുമ്പോഴാണ് ഒരു ഹോട്ടൽ വരുന്നത്. ഫ്രാഞ്ചൈസ് ആയിരുന്നെങ്കിൽ ഒരു വർഷം തന്നെ 35 ഹോട്ടൽസ് എന്നുള്ളതൊക്കെ പോസിബിൾ ആണ്. ഓക്കെ, സോ ഇറ്റ് കണ്ടിന്യൂസ്ലി ലുക്ക് ഫോർ ഓപ്പർച്യൂണിറ്റി ടു ഇൻക്രീസ് നമ്പർ ഓഫ് ഹോട്ടൽ. അപ്പൊ നമ്മുടെയും മിഷനിൽ ഒരു കാര്യം ഇങ്ങനെ ഉള്ളതാണ്, ഹോട്ടൽസിന്റെ നമ്പർ എന്തായാലും കൂട്ടണം എന്നുള്ളത് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവിൽ പറയുന്നതുമാണ്. സോ ലെവൽ ഹാവ് എ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ who plays a key role in identifying and evaluating sites for business and opening new hotel. പുതിയ ഹോട്ടലുകൾ അല്ലെ സൈറ്റ് ഒക്കെ നോക്കി ബിൽഡ് ചെയ്യുന്നതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഈ പറയുന്ന ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർക്കാണ്. ഓക്കെ, ഗസ്റ്റ് ഡിമാൻഡ് ഒക്കെ നോക്കിയിട്ട് ഡിസ്പൈറ്റ് overall's aim to continue growing, it closed 2 hotels 7 years ago because they were performing poorly. മോശം പെർഫോമൻസ് ആയിരുന്നു, പ്രോഫിറ്റബിൾ അല്ലാത്തതുകൊണ്ട് 2 ഹോട്ടൽ 7 വർഷം മുന്നേ ക്ലോസ് ചെയ്യാം എന്ന ഒരു ടഫ് ഡിസിഷൻ അവരെ കൊണ്ട് എടുക്കാൻ പറ്റി എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓക്കെ, സോ ദീസ് ഗൈസ് ആർ ആക്ച്വലി ഡൂയിങ് പെർഫോമൻസ് മോണിറ്ററിങ് ആസ് വെൽ. വെറുതെ ഹോട്ടൽ തുടങ്ങിയിട്ട് പോവുക എന്നുള്ളതല്ല. ഹോട്ടൽ തുടങ്ങി, അത് പ്രോഫിറ്റബിൾ അല്ല അല്ലെ, എങ്കിൽ അത് അടച്ചു പൂട്ടിക്കോ എന്ന ടഫ്. കാരണം അടച്ചു പൂട്ടുക എന്ന് പറയുന്നതിലും ഒരുപാട് കോസ്റ്റ് അസോസിയേറ്റഡ് ആണ്. സ്റ്റാർട്ടിങ് വിത്ത് എന്താണ് റിഡൻഡൻസി കോസ്റ്റ് മുതൽ ഡിസ്മാൻഡലിംഗ് കോസ്റ്റ് വരെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ആ കോസ്റ്റ് ഒക്കെ ബെയർ ചെയ്തിട്ട് ആ ഒരു ഡിസിഷൻ അതൊരു സ്ട്രോങ് ഡിസിഷൻ ആണ്. ആ ടഫ് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നത് അത്രയധികം പെർഫോമൻസ് മോണിറ്ററിംഗ് ഉള്ളത് കൊണ്ടാണെന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, സോ നമ്മുടെ ഒരു ഗ്രോത്ത് സ്ട്രാറ്റജി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇമ്പോർട്ടൻസ് ഓഫ് ലൊക്കേഷണൽ ഡിസിഷൻസ് എല്ലാം നമ്മുടെ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ആണ്. ഓക്കെ, അപ്പൊ അയാളുടെ ഒരു റോള് വളരെ ക്രൂഷ്യലാണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പറ്റിയൊക്കെ സംസാരിക്കാനാണെങ്കിൽ നമ്മൾ പറയും അയാളുടെ പവറും ഇൻട്രസ്റ്റ് ഒക്കെ വളരെയധികം വലുതാണ്, അയാൾ ഒരു കീ പ്ലെയർ ആണെന്നൊക്കെ ഒരു പരിധി വരെ നമുക്ക് വേണമെങ്കിൽ പറയാം. ലേണിംഗ് ഫ്രം പാസ്റ്റ് ക്ലോസേഴ്സ്. ക്ലോസിംഗ് ടു ഹോട്ടൽസ് എന്ന് പറയുമ്പോൾ അവർ നഷ്ടത്തിലായിരുന്നുകൊണ്ട് 2 ഹോട്ടൽ അടച്ചുപൂട്ടി, അതൊരു നെഗറ്റീവ് സൈഡിലല്ല, ആക്ച്വലി അതൊരു പോസിറ്റീവ് സൈഡിൽ കാണേണ്ട കാര്യമാണ്. ബിക്കോസ് ദേ ആർ വില്ലിംഗ് ടു ടേക്ക് ദിസ് കൈൻഡ് ഓഫ് ടഫ് ഡിസിഷൻസ്. ഓക്കെ, ഇത്രയും കാലം അക്യൂസിഷൻ ചെയ്യാത്തത് കൊണ്ടുള്ള കുറെ ഓപ്പർച്യൂണിറ്റീസ് മിസ്ഡ് ആയിട്ടുണ്ടാവും. പിന്നെ 80% ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ എക്സ്പെക്ട് ചെയ്യുന്നത് ആക്ച്വലി നമ്മളുടെ ഫൗണ്ടേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് തന്നെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ അവരുടെ എക്സ്പെക്ടേഷൻ 80% ഹോൾഡ് ചെയ്യുന്നവരുടെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ച് കമ്പനി പോകേണ്ട ഒരു അവസ്ഥയാണ് കറന്റ് ഉള്ളത്. പ്ലസ് ക്വസ്റ്റ്യനിൽ ഇതുവരെ ഇല്ലാത്തൊരു കാര്യം, പ്രസീനിൽ ഇല്ലാത്തൊരു കാര്യം, ഹൂ ഹോൾഡ് റിമൈനിങ് 20%? പ്രോബബ്ലി ഫൗണ്ടേഴ്സ് ആയിരിക്കും. ഫൗണ്ടേഴ്സ് ആയിരിക്കും ബാക്കി 20% ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ 80% കൺട്രോളും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ സൈഡിൽ ആയതുകൊണ്ട് എത്രത്തോളം ഫൗണ്ടേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റ്സിനൊക്കെ ഒപ്പീനിയൻസിനൊക്കെ വാല്യൂ കിട്ടുന്നുണ്ടെന്നുള്ളതൊക്കെയുള്ള കൺസിഡർ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ അതിനെപ്പറ്റി ഒന്നും ക്വസ്റ്റ്യനിൽ പറയാത്തതുകൊണ്ട് ഇത്രയധികം പറഞ്ഞു വെച്ചിട്ട് നമുക്ക് അടുത്ത കേസിലേക്ക് പോവാം, വിച്ച് ഇസ് ബോർഡ് സ്ട്രക്ചർ. അടുത്ത കാലങ്ങളിൽ വന്ന പ്രിസീനിൽ ഏറ്റവും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ബോർഡ് സ്ട്രക്ചർ വന്ന ഒരു പ്രിസീൻ ഇൻഫർമേഷൻ ഇതാണ്. കാരണം എല്ലാ ബോർഡ് സ്ട്രക്ചർ തരുമ്പോഴും അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പറയാനുണ്ടോ. ഇതിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്ത്. ഇതിൽ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് തോന്നിയോ? എന്തെങ്കിലും പ്രോബ്ലംസ് ആയിട്ട് പറയാനാണെങ്കിൽ എന്ത് പറയാം?
വെരി ഗുഡ്. ആ, സി ടി ഒയുടെ ഒരു അബ്സെൻസ് അല്ലെ? സി ടി ഒയുടെ അബ്സെൻസ് പറയാം. വെരി ഗുഡ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെക് സൈഡിൽ ആരും ചെയ്യുന്നില്ല. നമുക്കൊരു ഐ ടി മാനേജർ ഉണ്ടെന്നുള്ള സിനാരിയോ പറയുന്നുണ്ട്. അതല്ലാതെ ഇത്രയും ആളുകളുള്ള സമയത്ത് ഡെഫിനറ്റ്ലി ഒരു സി ടി ഒ കൂടെ വേണം എന്ന രീതിയിൽ പറയാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അതേ ഉള്ളൂ ഒരു നെഗറ്റീവ് സൈഡിൽ പറയാനുള്ള കാര്യം. കാരണം വി ഹാവ് എ ചെയർമാൻ, വി ഹാവ് എ സിഇഒ, ആൻഡ് വി ഹാവ് ഫോർ എക്സിക്യൂട്ടീവ് അതർ ഡയറക്ടേഴ്സ് വിച്ച് ആർ റിപ്പോർട്ടിംഗ് ടു സിഇഒ ആൻഡ് അതർ ഫോർ NEDs വിച്ച് ഇസ് റിപ്പോർട്ടിംഗ് ടു ചെയർ. ഓക്കെ, ഈ രീതിയിൽ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. നമ്പേഴ്സ് വെച്ച് നോക്കാനാണെങ്കിലും 5:5, എക്സിക്യൂട്ടീവ് 5, നോൺ എക്സിക്യൂട്ടീവ് 5, വളരെ ബാലൻസ്ഡ് ആണ്. കോർപ്പറേറ്റ് ഗവേണൻസ് സൈഡിൽ പറയുമ്പോൾ ഇനി കമ്മിറ്റി സൈഡിൽ വന്നു കഴിഞ്ഞാലോ, കമ്മിറ്റി സൈഡിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ കമ്മിറ്റീസും ഉണ്ട്. ഏതാ? കോർപ്പറേറ്റ് ഗവേണൻസ് പ്രകാരം വേണ്ട ഓഡിറ്റ് കമ്മിറ്റി, നോമിനേഷൻ, റെമ്യൂണറേഷൻ, റിസ്ക് കമ്മിറ്റി എല്ലാം ഉണ്ട്. അപ്പൊ ഒരുപക്ഷെ എസ്ലാൻഡിലെ കോർപ്പറേറ്റ് ഗവേണൻസ് റൂൾസ് വളരെ സ്ട്രിക്റ്റ് ആയതുകൊണ്ടും നമ്മൾ ഓൾറെഡി ലിസ്റ്റഡ് ആയതുകൊണ്ടൊക്കെ ഈ രീതിയിൽ ഒരു നല്ല സ്ട്രക്ചറിലേക്ക് എത്താൻ പറ്റിയതാവാം. മേ ബി ഒരിക്കലും ഒരു കമ്പനി തുടങ്ങുന്ന സമയത്തെ ഇങ്ങനെയൊന്നും ആയിരിക്കണമെന്നില്ല. ഓവർ ദ പീരിയഡ് നമ്മൾ ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയതായിരിക്കാം. അപ്പാർട്ട് ഫ്രം ദിസ്, വി ഹാവ് ആൻ ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് വിച്ച് റിപ്പോർട്ട് ടു ഓഡിറ്റ് കമ്മിറ്റി. അപ്പൊ ഓഡിറ്റ് കമ്മിറ്റിയുടെ മാത്രം ഫംഗ്ഷൻ ആയിട്ട് ഇടുന്നില്ല, ഇതിന്റെ കൂടെ ഒരു ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഓഡിറ്റ് കമ്മിറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദ മോണിറ്റർ ദി ഇഫക്റ്റീവ്നെസ് ഓഫ് റിസ്ക് മാനേജ്മെന്റ് പ്രോസസ്. ഓൾറെഡി റിസ്കിന്റെ കാര്യം നോക്കാൻ റിസ്ക് കമ്മിറ്റി ഉണ്ട്, എങ്കിലും ഇന്റേണൽ ഓഡിറ്റേഴ്സ് അതും ചെയ്യുന്നുണ്ട്. ആൻഡ് കൺട്രോൾ എൻവയോൺമെന്റ് നോക്കുന്നുണ്ട്, ഇഫക്റ്റീവ്നെസ് ഓഫ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം നോക്കുന്നുണ്ട്. ഇതൊക്കെ ഇന്റേണൽ ഓഡിറ്റേഴ്സ് യൂഷ്വലി ചെയ്യുന്ന കാര്യം. ഓക്കെ, ദേ മേക്ക് റെഗുലർ ഇൻസ്പെക്ഷൻ ഓഫ് ഹോട്ടൽസ് ടു റിവ്യൂ ദെയർ കംപ്ലയൻസ് വിത്ത് ഇന്റേണൽ കൺട്രോൾസ്. അപ്പൊ ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് പറയാനാണെങ്കിൽ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്, 50-50 അല്ലെ? സെക്കൻഡ് പോസിറ്റീവ് ആണ് ക്ലിയർ അക്കൗണ്ടബിലിറ്റി ആൻഡ് സ്പെഷ്യലൈസേഷൻ. CFO ചെയ്യേണ്ടത് ഫൈനാൻഷ്യൽ, ഓപ്പറേഷണൽ എഫിഷ്യൻസി CEO, അങ്ങനെ ഓരോരുത്തരും ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് എക്സ്ട്രാ വന്ന ഒരു തോന്നിയൊരു കാര്യമാണ്, നമുക്കൊരു CPO വരെ ഉണ്ട്. CTO ഇല്ലെങ്കിലും CPO ഉണ്ട്, പീപ്പിൾ കപ്പാബിലിറ്റി ആൻഡ് സർവീസ് ക്വാളിറ്റി. നമ്മുടെ മിഷൻ വെബ്സൈറ്റിന്റെ സമയത്ത് നമ്മുടെ മിഷനിലും വാല്യൂസിലും എവിടെയോ പറയുന്നുണ്ടായിരുന്നു, വി ടേക്ക് കെയർ ഓഫ് അവർ എംപ്ലോയീസ് ആൻഡ് ദേ ടേക്ക് കെയർ ഓഫ് അവർ ഗസ്റ്റ്. നമ്മുടെ ഗസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോറും വളരെ പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഒരു പരിധി വരെ ഒരുപക്ഷെ എംപ്ലോയീസിനൊക്കെ വളരെ പോസിറ്റീവ്ലി വേണ്ട പോലെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ വളരെ ബാലൻസ്ഡ് ആയിട്ട് ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് ഒക്കെ കൊടുത്തിട്ട് അവരെ പോസിറ്റീവ്ലി ട്രീറ്റ് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് ആണ് ലെവലിലുള്ളത് എന്ന് ഒരു പരിധി വരെ പറയാൻ കഴിയും. ബിക്കോസ് ഒരു CPOയുടെ ഒരു എക്സിസ്റ്റൻസ് ബോർഡിൽ തന്നെയുണ്ട്. വെറുതെ ഒരു HR മാനേജറെ കൊണ്ട് ഒതുക്കിയില്ല. HR മാനേജർ മുകളിൽ ഒരു CPO എന്നൊരു ആളെയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ വി ഹാവ് ദിസ് മച്ച് കമ്മിറ്റീസ്, അത് പോസിറ്റീവ് ആണ്. ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ, അത് പോസിറ്റീവ് ആണ്. ഓക്കെ, ചലഞ്ച് ചെയ്യാൻ അത്യാവശ്യം നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും ബോർഡിലുണ്ട്. ഇനി ഇതിലൊരു നെഗറ്റീവ് സൈഡ് പറയാനാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ CTOയുടെ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു, CTOയുടെ ഒരു മിസ്സിംഗ് നമ്മൾ പറഞ്ഞു, മിസ്സിംഗ് CTO. പിന്നെ ഇത് ശരിക്കും ഒന്ന് എഴുതി വെച്ചതേ ഉള്ളൂ, ലിമിറ്റഡ് ഡൈവേഴ്സിറ്റി ഇൻ എക്സ്പെർട്ടൈസ്. അതായത് നമ്മുടെ ബോർഡ് സ്ട്രക്ചറിൽ 4 NEDs ഉണ്ടെന്ന് പറയുന്നു. ഈ NEDസിന്റെ ഒന്നും ബാക്ക്ഗ്രൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല ഇതുവരെ. ഇനി NEDസിന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ആക്ച്വലി പല സൈഡിൽ നിന്നുള്ളതായിരിക്കണം. ഒരാൾ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ആയിരിക്കണം, ഒരാൾ ഫൈനാൻസ് സൈഡ് ആയിരിക്കണം, അങ്ങനെ അങ്ങനെ വേണമെന്ന് പറയാം. ഡിഫറെന്റ് ജെൻഡേഴ്സിലും ഡിഫറെന്റ് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള NEDസിനെ ആയിരിക്കണം ബോർഡിലേക്ക് കൊണ്ടുവരേണ്ടത്. അങ്ങനെ ഒരു ഡൈവേഴ്സിറ്റി ഉണ്ടായാൽ നല്ലത് എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇപ്പൊ തന്നിരിക്കുന്ന കാര്യം വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കുറ്റം പറയാനാണെങ്കിൽ CTOയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അതല്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം ലിമിറ്റഡ് ഡൈവേഴ്സിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ് എന്ന രീതിയിൽ പറയാം. അൺടിൽ ആൻഡ് അൺലെസ്, പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ഇത് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ നിങ്ങൾ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിയണം. ഇതിപ്പോ അവരുടെ ബാക്ക്ഗ്രൗണ്ട് തരാത്തത് കൊണ്ട് നമ്മൾ ജനറലി അങ്ങ് എഴുതിയതേ ഉള്ളൂ. ഓക്കെ, സോ പ്ലീസ് ഗോ ത്രൂ ദിസ്. പിന്നെ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്ത് CDOs വൈഡ് സ്പാൻ ഓഫ് കൺട്രോൾ ആണ്. അത് അങ്ങനെ തന്നെ ആയിരിക്കും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നത് ഒരേ ഒരാൾ CEO തന്നെയാണ്. CPOയും CMOയും CFOയും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ CEOക്ക് ഓൾറെഡി അയാളുടെ രീതിയിൽ ഒരു എക്സിക്യൂഷൻ ടാസ്ക് ഓൾറെഡി ഉണ്ട് അല്ലെ? അതിന്റെ കൂടെ ഇപ്പൊ ഇത്രയും അധികം ആളുകളുടെ ഒരു 1 പോയിന്റ് കോണ്ടാക്ട് ആയിട്ട് CEO വരുമ്പോൾ അത് അതിനുള്ള ഒരു അവിടെ ഒരു എഫിഷ്യൻസി ലാക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, പിന്നെ വെരി ഗുഡ് ധീരജ്. റിസ്ക് കമ്മിറ്റി ഉണ്ട്, ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോഴും അവിടെ ഒരു റിസ്ക് മാനേജറിന്റെ പ്രസൻസ് തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ടില്ല. വേണമെങ്കിൽ അത് പറയാം. ഓക്കെ, അത് എക്സിബിറ്റുകളിലൂടെ വായിച്ചിട്ടുള്ളൂ. ബാക്കി എക്സിബിറ്റുകളെ നോക്കിയിട്ട് റിസ്ക് മാനേജർ ഇല്ല, എക്സാം ഡേയിൽ അവൈലബിൾ ഉള്ള എക്സിബിറ്റ് റിസ്ക് മാനേജർ ഇല്ല എന്നുണ്ടെങ്കിൽ റിസ്ക് മാനേജർ ഇല്ല എന്നതിനെ പറ്റി പറയാം. അപ്പൊ ഉള്ളത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ അവിടെ എഴുതാൻ ചെയ്യാം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ചാപ്റ്റർ നമ്പർ 8 പോയിട്ട് റിസ്ക് മാനേജറിന്റെ ഫംഗ്ഷൻസ് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി സോഴ്സസ് ഓഫ് ഇൻകം, നമ്മുടെ ലെവലിന്റെ സോഴ്സസ് ഓഫ് ഇൻകം ആണ് തന്നിരിക്കുന്നത്. ലെവലിന്റെ സോഴ്സസ് ഓഫ് ഇൻകത്തിൽ
റൂം റവന്യൂ 62%, ഫുഡ് ആൻഡ് ഡ്രിങ്ക് 33%, ആൻഡ് അതർ 5%. ഇതാണ് അവരുടെ ഒരു മിക്സ്, റവന്യൂ മിക്സ് എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ. എന്നിട്ട് ഇവിടെ പറയുന്നത് പ്രോഫിറ്റ് മാർജിൻസ് ലെവൽ ഏൺസ് ഫ്രം ഫുഡ് ആൻഡ് ഡ്രിങ്ക് ആർ ലോവർ ദാൻ മാർജിൻസ് ഫ്രം റൂം റവന്യൂ. ഫുഡ് ആൻഡ് ഡ്രിങ്കിൽ നിന്നുള്ള മാർജിൻ കുറവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഈ ഒരു മിക്സിൽ കൂടുതൽ ഭാഗവും റൂം റവന്യൂവിന് തന്നെ ആയിരിക്കും. ഈ പൈ ഗ്രാഫ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് റൂം റവന്യൂ 62 നിന്ന് 65 ആക്കിയാൽ അത്രയും സന്തോഷമുള്ളൂ. ഫുഡ് ആൻഡ് ഡ്രിങ്കിന്റെ പെർസെന്റേജ് 33 നിന്ന് 30 ആയി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. കാരണം ഇതിനേക്കാളും കൂടുതൽ റവന്യൂ വരുന്ന റൂം റവന്യൂ ആണെങ്കിൽ കൂടുതൽ റൂം വിറ്റോട്ടെ, ഫുഡ് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല, റൂമിന്റെ റവന്യൂ കൂട്ടാനായിരിക്കും മാനേജേഴ്സ് ശ്രമിക്കുന്നുണ്ടാവും. ഓക്കെ. അറ്റ് ദ സെയിം ടൈം ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ലെവൽ ഹോട്ടലിൽ നിൽക്കുന്നവർ മാത്രമാണ് ഈ റെസ്റ്റോറന്റ് ബാർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫുഡ് ആൻഡ് ഡ്രിങ്ക് 33% റവന്യൂ വന്നതും ആക്ച്വലി റൂം റവന്യൂ 62 ഉള്ളത് കൊണ്ടാണ്. കാരണം ഈ റൂമിൽ സ്റ്റേ ചെയ്ത ആളുകൾ മാത്രം കഴിച്ച ഫുഡ് ആൻഡ് ഡ്രിങ്ക് ആണ് 33%. അപ്പൊ അത് വലിയ മോശമില്ലാത്തൊരു നമ്പറാണ്. കാരണം മോശമില്ലാത്ത നമ്പറാന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇൻഡസ്ട്രിയിൽ റവന്യൂ സ്ട്രീം നിങ്ങൾ നോക്കിയേ. അക്കമോഡേഷൻ 60-70, ഫുഡിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആയിട്ട് ആ ഇൻഡസ്ട്രിയിലെ അതായത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഫുഡിൽ നിന്ന് ഏൺ ചെയ്യുന്നത് റവന്യൂയുടെ ടോട്ടൽ റവന്യൂയുടെ 25-35% ആണ്. ഓക്കെ. നമ്മൾക്കോ 25-35 എന്ന് പറയുമ്പോൾ 25-35 എന്ന് പറയുമ്പോൾ ഈവൻ നമ്മളും 25-35 അതിലെ ഹയർ ബാൻഡായ 35 വളരെ അടുത്താ കിടക്കുന്നത്. 33% ഫുഡ് ആൻഡ് ഡ്രിങ്കിലാണ് കിടക്കുന്നത്. അപ്പൊ അതിനർത്ഥം മനസ്സിലാക്കുക, വി ആർ ആക്ച്വലി നോട്ട് ഓപ്പണിംഗ് റെസ്റ്റോറന്റ് ഓർ അവർ ബാർ ഫെസിലിറ്റീസ് ടു ദ ലോക്കൽ റെസിഡൻസ് ഓർ ദ നിയർ ബൈ ടൂറിസ്റ്റ്. വേറെ ആർക്കും ഓപ്പൺ ചെയ്യുന്നില്ല. ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്ന ആൾക്ക് വേണ്ടിയിട്ട് മാത്രം അല്ല, അവരിൽ നിന്ന് മാത്രമാണ് നമ്മൾ ഇത്രയും ഫുഡ് ആൻഡ് ഡ്രിങ്ക് വിറ്റതെങ്കിൽ നമ്മളിപ്പോ കണ്ട 25-35% എന്നത് ആ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യമാണ്. ഏതാ എന്റെ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ എല്ലാവർക്കും ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നാട്ടിലുള്ള ആർക്ക് വേണമെങ്കിലും വന്ന് ഭക്ഷണം കഴിച്ച് പേയ്മെന്റ് ഒക്കെ കൊടുത്ത് പോവാം. ആ രീതിയിലുള്ള ഒരു ഓപ്പൺനെസ് നമ്മളിപ്പോ കറന്റ് ചെയ്തിട്ടില്ല അല്ലെ, നമ്മൾ അങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് പോലും ഇൻഡസ്ട്രിയോട് കിടപിടിക്കുന്ന രീതിയിൽ ഫുഡ് ആൻഡ് ഡ്രിങ്കിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വി കുഡ് സേ നമ്മൾ ആ ഒരു സർവീസ് ആക്ച്വലി ബെറ്റർ ആണ്. മേ ബി നമ്മുടെ ഫുഡ് ക്വാളിറ്റി അടിപൊളി ആയതുകൊണ്ടായിരിക്കാം, നല്ല ടേസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അല്ലെങ്കിൽ ആംബിയൻസ് ആയിരിക്കും, നമ്മുടെ മാർക്കറ്റിംഗ് സ്പെൻഡ് ആയിരിക്കും, എന്തും ആയിരിക്കും അവിടെ. എന്തായാലും ദാറ്റ് ഈസ് ആക്ച്വലി വർക്കിംഗ് എന്ന് പറയാം. അത് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളാണ് തൊട്ട് താഴേക്ക് പറയുന്നത്. റൂം റവന്യൂവിൽ 62% ആണ്. അപ്പൊ കൂടുതലും റിലൈ ചെയ്തിരിക്കുന്ന റൂം റവന്യൂവിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്ന ഫുഡ് ആൻഡ് ബിവറേജ് ആക്സസ് എന്ത് ചെയ്യാം, റവന്യൂ പൊട്ടൻഷ്യൽ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അത് ലോക്കൽസിനും കൂടെ, അതായത് ലോക്കൽ റെസിഡൻസിനും അടുത്ത് നിൽക്കുന്ന ഹോട്ടൽസിലൊക്കെ നിൽക്കുന്ന ടൂറിസ്റ്റുകൾക്കും കൂടെ അത് ആക്സസ്, പുറത്തുള്ളവർക്കും അതിലേക്ക് ആക്സസ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ആൻഡ് ഓപ്പർച്യൂണിറ്റി ഇൻ അതർ റവന്യൂ. ഇപ്പൊ കറന്റ് അതർ റവന്യൂ ഒരു 5% ആണ് അല്ലെ. അതും ടിക്കറ്റ് സൈസ് വളരെ കൂടുതലാണ്, 1 ഓഫ് ഇവന്റ്സ് ആണ്. ഓക്കെ. ടിക്കറ്റ് സൈസ് വളരെ കൂടുതലായിട്ട് ഇവന്റ്സ്, അതും നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റ്സ് ഒക്കെ നടക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന സീസൺ സമയമല്ല, ഓഫ് സീസൺ സമയത്ത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, ഓഫ് സീസൺ സമയത്ത് കൂടുതലും വെഡിങ് കോൺഫറൻസസ്, ഗ്രൂപ്പ് ബുക്കിംഗ്സ് ഒക്കെ ഓഫ് സീസൺ സമയം ടാർഗറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടോ, വണ്ടർലയുടെ ഒക്കെ കേസിൽ ഓഫ് സീസൺ വരുന്ന സമയം, വെക്കേഷൻ ഉള്ള സമയത്ത് അല്ല, അതല്ലാത്ത സമയത്ത് അവർക്ക് അല്ലെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ബെനിഫിറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഗ്രൂപ്പ് ബുക്കിംഗ്സ് എടുക്കുക, ഇവന്റ്സ് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇൻ ടു ദ സീസണാലിറ്റി. ഇതുവരെ ക്ലിയർ ആണോ മക്കളെ? ഒന്ന് കമന്റ് ചെയ്ത വീണ്ടും ഒരു തവണ കൂടി ഒന്ന് കമന്റ് ചെയ്യാമോ എല്ലാരും? ഓക്കെ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക് കേട്ടോ. ഓക്കെ. സീസണാലിറ്റി ആക്ച്വലി ഒരു ഗ്രാഫാണ് തന്നിരിക്കുന്നത്. വി ഹാവ് എ ലൈൻ ഗ്രാഫ് ഗിവൺ ഹിയർ ആൻഡ് വി ഓൾസോ ഹാവ് എ ബാർ ഗ്രാഫ് ഗിവൺ ഹിയർ. ഒരു ലൈൻ ഗ്രാഫും ബാർ ഗ്രാഫും ഒന്നിച്ച് ഗ്രാഫിൽ തന്നിരിക്കുകയാണ്. ADR തന്നിട്ടുണ്ട്, അതേപോലെ അല്ലെ. ADR നിങ്ങൾ ഓർക്കുന്നില്ലേ, 214 ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി. ഏകദേശം അതിനനുസരിച്ചാണ് 225 ആ റേഞ്ചിലാണ് ADR ഇവിടെ തന്നിരിക്കുന്നത്. പിന്നെ ഒക്കുപ്പൻസി റേറ്റ് തന്നിട്ടുണ്ട്. ഒക്കുപ്പൻസി റേറ്റ് 60-70% മുകളിൽ. അപ്പം ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് പീക്ക് സീസൺ ഏതൊക്കെയാണെന്ന് കറക്റ്റ്ലി കാണാം. ഒക്ടോബർ മുതൽ നവംബർ, ഡിസംബർ, ജാൻ, ഫെബ്, മാർച്ച് വരെയാണ് നമ്മുടെ ശരിക്കൊരു സീസൺ സമയം.
ആ സമയത്ത് എ ഡി ആർ നോക്കി നിങ്ങൾ, ആ സമയത്ത് എ ഡി ആർ ഒക്കെ വളരെ ഹയസ്റ്റ് ആണ്. കാരണം കൂടുതൽ റൂം റേറ്റ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. ഒക്കുപ്പൻസി റേറ്റ് കൂടുതലാണ്, എ ഡി ആർ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഗ്രാഫ് തരുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല. ഇതിൽ ഇപ്പൊ ഈ ഒരു ഒക്ടോബറിലെ ഒക്കുപ്പൻസി റേറ്റ് എത്രയാണെന്ന് ഞാൻ ചോദിച്ചു, ഒന്ന് കമന്റ് ചെയ്തേ. ഒക്ടോബറിലെ ഒക്കുപ്പൻസി റേറ്റ് എത്രയാ? ഒക്ടോബർ മാസത്തിലെ ഒക്കുപ്പൻസി റേറ്റ് എത്രയാ? ഒക്ടോബറിൽ ഒക്കുപ്പൻസി റേറ്റ് എത്രയാണ്? ആ, വെരി ഗുഡ്. എബവ് 80% എന്നോ, അല്ലെ? ഒക്ടോബർ മാസം ഇതാണ് എബവ് 80%. ഇതാണ് സംഗതി. അത് നമുക്ക് പറയാം 80%ന്റെ മുകളിലാണെന്ന് പറയാം. പക്ഷെ ഒരിക്കലും 84, 85 അല്ലെങ്കിൽ 83 എന്നോ ആ, ആ രീതിയിലുള്ള നമ്പേഴ്സ് കൃത്യമായിട്ട് ഒരിക്കലും പറയരുത്. കാരണം ഗ്രാഫിൽ നിന്ന് ഒരിക്കലും അത് വിസിബിൾ. നിങ്ങൾ ഇത് എത്ര സൂം ചെയ്ത് നോക്കിയാലും ഇതിപ്പോ ഞാൻ പറയാണിത്, ഇത് 83.5 ആണ്. നിങ്ങൾക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? അല്ല, അല്ലെ? അത് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും ആ രീതിയിലുള്ള നമ്പേഴ്സ് നിങ്ങൾ എടുക്കരുത്. കാരണം ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു സ്കെയിലിംഗ് ഒന്നും തന്നിട്ടില്ലാത്തത് കൊണ്ട് എത്രയാന്ന് പറയുന്നത് യു ക്യാൻ മെൻഷൻ ഇറ്റ് ആസ് എബവ് 80. സീസൺ ടൈം മൊത്തം എബവ് 80 ആണ്. ഓഫ് സീസണിലോ 60ക്ക് മുകളിലുണ്ട്, പക്ഷെ 70 എത്തിയിട്ടും ഇല്ല, അല്ലെ? ഒരു മന്തിൽ മാത്രം 70 ടച്ച് ചെയ്തെന്ന് പറയാം. അപ്പൊ ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സേ നടത്താവുള്ളൂ എന്ന് പ്രത്യേകം ഒന്ന് ഓർമ്മപ്പെടുത്താണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ പ്രശ്നം ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കുറച്ച് ഇൻസൈറ്റ്സ് ആണ്. ഒന്ന് റവന്യൂ വൾണറബിലിറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി സീസണിൽ മാത്രം നല്ല രീതിയിൽ ഒക്കുപ്പൻസി റേറ്റും എ ഡി ആറും കൂടുന്നുണ്ട്. ഒക്കുപ്പൻസി റേറ്റ് ഇൻറ്റു എ ഡി ആർ ഈസ് ഈക്വൽ ടു റവന്യൂ പെർ അവൈലബിൾ റൂം. ഇപ്പൊ റവന്യൂ പെർ അവൈലബിൾ റൂം ഏറ്റവും ഹയസ്റ്റ് ആയിരിക്കുന്ന ഈ പറഞ്ഞ സീസൺ ടൈമിൽ മാത്രമാണ്. അല്ലാത്ത സമയത്ത് റവന്യൂ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ഭയങ്കര വൾണറബിൾ ആണ്. ഒരുപാട് നമ്മൾ ആ സീസണൽ എഫക്റ്റിനെ റിലൈ ചെയ്യുന്നുണ്ട്, പ്രൈസിങ്ങിനെ റിലൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയാ? ലെവൽ ഡിപ്പെൻസ് ഹെവിലി ഓൺ എ ഡി ആർ ഇൻക്രീസസ് ഡ്യൂറിംഗ് പീക്ക് മന്ത്സ് ടു ഓഫ്സെറ്റ് വീക്കർ പീക്ക് ഓഫ് പീക്സ് പെർഫോമൻസ്. അതായത് നമ്മൾ എ ഡി ആർ മാക്സിമം കൂട്ടി വെക്കാൻ നോക്കും. കാരണം സീസൺ ടൈമിൽ എ ഡി ആർ കൂടുതലാണെങ്കിലും ആളുകളുടെ ഒക്കുപ്പൻസി റേറ്റ് നോക്കി നിങ്ങൾ. എ ഡി ആർ വളരെ കൂടുമ്പോൾ പ്രൈസ് കൂടുതലാണെങ്കിലും ഒക്കുപ്പൻസി റേറ്റ് കൂടുതലാണ്. അപ്പൊ ടോട്ടൽ റവന്യൂ എന്തായാലും വളരെ ഹയർ ആയിരിക്കും. ഓക്കെ. എന്നാൽ ഓഫ് പീക്ക് സീസണിലെ ഈ ഒരു നെഗറ്റീവ് പെർഫോമൻസസിനെ ഓഫ്സെറ്റ് ചെയ്യുന്ന, ഈ വീക്ക് പെർഫോമൻസിനെ ഓഫ്സെറ്റ് ചെയ്യാൻ ആ രീതിയിൽ നമ്മൾ പ്രൈസ് ചെയ്യണം. ഓക്കെ. ഓപ്പറേഷണൽ കോസ്റ്റിന്റെ പ്രഷർ ഉണ്ട്. എന്താ ഓപ്പറേഷണൽ കോസ്റ്റിന്റെ പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഓഫ് സീസൺ സമയത്തും നമുക്ക് ഒരുപാട് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേയ്മെന്റ് ഉണ്ടാവും, അല്ലെ? ഇലക്ട്രിസിറ്റി ബില്ല്, സെക്യൂരിറ്റി, സ്റ്റാഫ് കോസ്റ്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോസ്റ്റുകൾ അപ്പോഴും നമുക്ക് മാനേജ് ചെയ്യാനുണ്ടോ? ഓക്കെ. അതൊക്കെ നമുക്ക് കവർ അപ്പ് ചെയ്യാൻ പറ്റണം. ഓക്കെ. ഇനി അടുത്ത സീസണാലിറ്റി പാറ്റേൺ ഉള്ളത് കൊണ്ടും എങ്ങനെ ലെവൽ ഇത് മാനേജ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ. പീക്ക് മന്ത്സിൽ എന്ത് ചെയ്യണം, ഓഫ് പീക്ക് മന്ത്സിൽ എന്ത് ചെയ്യണം? ഇപ്പൊ ഞാൻ ഈ സെലക്ട് ചെയ്ത ഏരിയ മാത്രം ഒന്ന് വായിച്ചാൽ മതി. ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വായിച്ചിട്ട് കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ സി കമന്റ് ചെയ്തോ. വായിച്ചിട്ട് ക്ലിയർ ആണെങ്കിൽ സി കമന്റ് ചെയ്യൂ. അല്ലെ, ഓൾറെഡി സംസാരിച്ച കാര്യങ്ങൾ തന്നെയാണ്, സ്റ്റിൽ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് പറയുന്നുണ്ട് നമ്മൾ ഹോട്ടലിലെ റീഫർബിഷ്മെന്റോ അല്ലെങ്കിൽ മെയിന്റനൻസോ ഒക്കെ 10 വർഷം കൂടുമ്പോഴാണ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ. ഇനി അതൊന്നും അല്ല നോർമൽ മെയിന്റനൻസ്, റിപ്പയേഴ്സ് ഒക്കെ പോലുള്ള ബേസിക് മെയിന്റനൻസ് ആണെന്നുണ്ടെങ്കിലും, ബേസിക് മെയിന്റനൻസ് ആണെങ്കിലും നമുക്കത് പ്ലാൻ ചെയ്യാവുന്ന ഒരു ടൈം പീരീഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഓഫ് സീസൺ സമയത്ത് മെയിന്റനൻസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ പീക്ക് സമയത്ത് മെയിന്റനൻസ് ചെയ്തിട്ട് ആ സമയത്ത് പല റൂംസിലും മെയിന്റനൻസ് നടക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്തിടുന്ന ഒരു സിനാരിയോ ഉണ്ടാവരുത്. വി ഷുഡ് ഡു ദ മെയിന്റനൻസ് ആൻഡ് അതർ തിങ്. അല്ലെങ്കിൽ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുക, റീഫർബിഷ്മെന്റ്, ഇതൊക്കെ എപ്പോ ചെയ്യാൻ ശ്രമിക്കുക, ഓഫ് സീസൺ പീരീഡിൽ ചെയ്യാൻ ശ്രമിക്കുക. അതൊന്നും പ്രസീലിൽ തരാത്തൊരു ഒരു ആസ്പെക്ട് ആണ്. ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. ഓക്കെ. വോയിസ് ഓക്കെ അല്ലടാ? ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? ഇവിടെ ആരോ ഒരാൾ ഓഡിബിൾ ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഡിബിൾ ആണോ എന്നൊന്ന് കമന്റ് ചെയ്യാമോ? വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ. ഓക്കെ, എന്നാ ഒന്ന് ചെക്ക് ചെയ്യണേ. ഓക്കെ. ബാക്കിയുള്ളവർ ഒന്ന് കിട്ടാത്ത സോ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കണേ. ചിലപ്പോ ഒന്ന് ഓഫ് ആയി ഓൺ ആക്കിയാൽ മതിയായിരിക്കും. ഓക്കെ. ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കൂ. ശരി. ഓക്കെ. നെക്സ്റ്റ് വൺ, പ്രൈസിംഗ് പോളിസി. At the start of each financial year, head office set the price per night for rooms for each hotel. Room rates are higher during the peak season and lower during the off-peak season. Although there are set room rates, the managers have the authority to apply discounts of up to 25% to these rate to encourage bookings.
അപ്പൊ ഇത് വളരെ ചെറിയൊരു പാരഗ്രാഫ് ആണെങ്കിലും ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു ഏരിയ ആണ്. ഓക്കെ, അതായത് നമ്മൾ എങ്ങനെയാ ഹോട്ടലിന്റെ പ്രൈസ് സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന്റെ തുടക്കത്തില് ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് നമ്മുടെ സീസൺ എന്ന് മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് നമ്മൾ ഒരു ഹയർ പ്രൈസ് സെറ്റ് ചെയ്യും. അല്ലാത്ത സമയത്തൊക്കെ ഇടാൻ ഒരു പ്രൈസ് ഓൾറെഡി സെറ്റ് ചെയ്തതിന് ശേഷം മാനേജേഴ്സിനോടും നിങ്ങൾ 35 ഹോട്ടലൊക്കെ നടത്തണേ, എല്ലാ മാനേജേഴ്സിനും ഇൻഫർമേഷൻ കൊടുത്ത് ഓരോരുത്തരും അതാത് മാനേജേഴ്സ് അതാത് ഹോട്ടലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഇപ്പൊ ചെയ്യുന്ന ഒരു സിസ്റ്റം. എന്നിട്ട് ഏതെങ്കിലും ഒരു എന്താ പറയാ കസ്റ്റമർ വരുന്ന സമയത്ത് ഡിസ്കൗണ്ട് ഒക്കെ എന്തെങ്കിലും തരുമോ എന്ന് പറയുമ്പോൾ അവരൊരു പ്രൊവിഷൻ പോലെ ഒരു 25% വരെ ഡിസ്കൗണ്ട് കൊടുക്കാവുന്ന ഒരു അതോറിറ്റിയും അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവർ ആദ്യം തന്നെ 25 കൊടുക്കാതിരിക്കില്ല, 5 കൊടുക്കും, 10 കൊടുക്കും, സംസാരിച്ചൊരു കോമൺ പോയിന്റിലേക്ക് എത്തിയിരിക്കും. അങ്ങനെ പലർക്കും പല ഡിസ്കൗണ്ട് കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്തായിരിക്കും ആലോചിക്കുക. പലർക്കും പല ഡിസ്കൗണ്ട്, അതായത് ഒരാൾ വന്ന് സംസാരിച്ച് റൂം എടുക്കുന്ന സമയത്ത് അയാൾക്ക് കിട്ടുന്ന റേറ്റ് അല്ല അടുത്ത ആൾക്ക് റേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ദിസ് വിൽ ഒബ്വിയസ്ലി ക്രിയേറ്റ് കൺഫ്യൂഷൻ എമംഗ് ഗസ്റ്റ്, അല്ലെ? ചിലപ്പോ സ്ഥിരം വരുന്ന ഒരാളാണെങ്കിൽ പോലും അയാൾ ഡിസ്കൗണ്ടിനെ പറ്റി ഒന്നും സംസാരിക്കാത്ത ആളായതുകൊണ്ട് അയാൾക്ക് ഫുൾ റൂം റേറ്റ് കൊടുക്കുന്നുണ്ടാവും, അല്ലെ? ഒരാൾ ആദ്യമായിട്ട് വരികയാണ്, പക്ഷെ അയാൾ ഒരുപാട് സംസാരിച്ചുകൊണ്ട് അയാൾക്ക് 25% ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അല്ലെ, അപ്പൊ ആ ലോയൽ ഗസ്റ്റിനെ എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്? മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മുടെ പ്രൈസിങ് പോളിസി കുറച്ച് അബദ്ധമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വൈ? ബിക്കോസ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഹാവ് ഓൾറെഡി ഷോൺ അല്ലെങ്കിൽ ഓൾറെഡി സെറ്റ് പ്രൈസസ് ബേസ്ഡ് ഓൺ ഈൽഡ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. അവരുടെ ഈൽഡ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറിൽ നിന്ന് പ്രീവിയസ് ഇയേഴ്സിന്റെ ഹിസ്റ്ററി വെച്ചിട്ടും വരുന്ന വർഷങ്ങളിലുള്ള ഇവന്റ്സും കാര്യങ്ങളും എല്ലാം നോട്ട് ഡൗൺ ചെയ്തിട്ട് ഒരു കൈൻഡ് ഓഫ് കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൈസിങ് എല്ലാം അനലൈസ് ചെയ്തിട്ട് നമ്മളുടെ ഹോട്ടലിന് പ്രൈസിങ് സെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ് ഇടുന്നത് എന്ന് നമ്മൾ കുറച്ചു മുന്നേ വായിച്ചിരുന്നു ഈൽഡ് മാനേജ്മെന്റ് എന്നൊരു പാരഗ്രാഫിൽ. ഓക്കെ, അപ്പൊ നമ്മളുടെ ഒരു റൂമിന് പ്രൈസ് സെറ്റ് ചെയ്തു, നമ്മുടെ പ്രൈസ് ഓൾറെഡി എല്ലാവർക്കും അറിയാം, നമ്മുടെ വെബ്സൈറ്റിലൊക്കെ കിടക്കുന്നുണ്ടല്ലോ. നമ്മുടെ പ്രൈസ് അനുസരിച്ചായിരിക്കും ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവുക, പ്രൈസ് ഇടുന്നത് തന്നെ വെബ്സൈറ്റിൽ അനൗൺസ് ചെയ്യുന്നത് തന്നെ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ഡിസ്കൗണ്ടും നമ്മൾ ഓൾറെഡി 25% കട്ട് ചെയ്തിട്ടുള്ള പ്രൈസ് ആണെങ്കിൽ ആ പ്രൈസും കണ്ടിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈൽഡ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർസ് പ്രൈസ് സെറ്റ് ചെയ്യുന്നുണ്ടാവുക. നമ്മുടെ പ്രൈസിങ് പോളിസി കൈൻഡ് ഓഫ് ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ട് നമുക്ക് പറയാം. അവർ പ്രൈസിങ് പോളിസി ഇസ് എ ബിറ്റ് ഔട്ട്ഡേറ്റഡ് കൺസിഡറിങ് മാർക്കറ്റിൽ ഈ പറയുന്ന ഈൽഡ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും പെട്ടെന്ന് അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യുക, ഈൽഡ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ കൊണ്ടുവരിക. പ്രൈസിംഗ് ഒക്കെ കൈൻഡ് ഓഫ് ഒരു മാനുവൽ ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത്. വി ഷുഡ് ഇംപ്ലിമെന്റ് റിയൽ ടൈം ഡൈനാമിക് പ്രൈസിങ്, നമ്മൾ അന്ന് കണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രൈസിംഗ് പോളിസിയുടെ ഒന്നും നമ്മൾ പറഞ്ഞു പലർക്കും കൺഫ്യൂഷൻ ആവും, അല്ലെ? ഡിസ്കൗണ്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, കൺഫ്യൂഷൻ ആവും, ബ്രാൻഡിന്റെ പൊസിഷൻ ഒക്കെ വീക്കൻ ആവും. റവന്യൂ ഒപ്റ്റിമൈസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് ഏതാ? ഹോട്ടൽ മാനേജേഴ്സിന്റെ കഴിവ് കൊണ്ട് അവര് ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്ത് ആ രീതിയിൽ റവന്യൂ കൂട്ടാൻ, അല്ലെ? എല്ലാവരും ഉടനെ 25 കൊടുക്കല്ല. സാർ നിങ്ങൾ നോക്ക്, നിങ്ങൾക്ക് ഞാൻ 10% ആണ് ഡിസ്കൗണ്ട് തന്നത് എന്ന് പറഞ്ഞ് ഹോട്ടൽ മാനേജേഴ്സിന്റെ കമ്പാരിസൺ ഒക്കെ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആവുന്നത് ഒബ്വിയസ്ലി, അല്ലെ? അവരുടെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനൊരു പ്രൈസിങ് വെക്കുമ്പോഴായിരിക്കും കൂടുതൽ. സോ ദർ ഇസ് ഒബ്വിയസ്ലി നീഡ് ഫോർ ഡൈനാമിക്, ഈ ടേം ഒക്കെ ഓർത്ത് വെക്കുക, റിയൽ ടൈം ഡൈനാമിക് പ്രൈസിങ് ഈൽഡ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറിലൂടെ നമ്മൾ കണ്ടെത്താനുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഇപ്പോഴുള്ള പ്രൈസിംഗ് വെച്ചിട്ട്, ഇപ്പോഴുള്ള പ്രൈസിംഗ് പോളിസി വെച്ചിട്ട് ഇറ്റ് ഇസ് മോർ അലൈൻഡ് ടു അവർ സ്ട്രാറ്റജി. കാരണം നമ്മുടെ സ്ട്രാറ്റജി എന്താണോ, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്താണോ, അല്ലെങ്കിൽ അതിനനുസരിച്ചൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ബജറ്റഡ് റവന്യൂ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ ഓർഗനൈസേഷന് ബജറ്റഡ് റവന്യൂ എത്രയാണോ, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ 250 മില്യൺ ആണ് നമ്മളുടെ ഒരു വർഷത്തെ റവന്യൂ. ആ റവന്യൂ, സെയിൽസ് റവന്യൂ ടാർഗറ്റ് അല്ലെങ്കിൽ ആ ബജറ്റ് കണ്ടിട്ടായിരിക്കും നമ്മൾ ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ 70% ഒക്കുപൻസി റേറ്റ് എന്തായാലും ഉണ്ടാവണം. ഓരോ റൂമിൽ നിന്നും കിട്ടുന്ന റവന്യൂ പെർ അവൈലബിൾ റൂം പെർ അത് 200-ന് മുകളിലായിരിക്കണം. ആ നമ്പേഴ്സിലേക്ക് എത്തുന്നത് ഈ പറയുന്ന ബജറ്റ് സെറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അതിങ്ങനെ അൺവൈൻഡ് ചെയ്ത് എത്തുന്നതായിരിക്കുമല്ലോ, അല്ലെ? അങ്ങനെ നോക്കുമ്പോൾ ഹെഡ് ഓഫീസിന് തന്നെ റൂമിന്റെ റേറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഒബ്വിയസ്ലി റൂം അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് ഈ സ്ട്രാറ്റജി ഒക്കെ ആയിട്ട് അലൈൻ ചെയ്യാം. നമ്മളിപ്പോ പറഞ്ഞ ബജറ്റ്സിനൊക്കെ കണക്ക് കൂട്ടി അതിനനുസരിച്ചുള്ള ഒരു റേറ്റ് ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ പ്രൈസിംഗ് പോളിസി പറയുമ്പോൾ വളരെ ചെറിയ ഒരു പാരഗ്രാഫ് ആയിട്ട് പറഞ്ഞ കാര്യമാണ്, പക്ഷെ അതിൽ ഇത്രയധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നുള്ളത് ഓർക്കുക. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം എല്ലാവരും. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണേ.
ഞാൻ കീ പോയിന്റ് പറഞ്ഞിട്ടുള്ളൂ. പാരഗ്രാഫ് ആക്ച്വലി നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് സെന്റൻസുകൾ ഫ്രെയിം ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാട്ടോ. കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പോയിന്റ് മനസ്സിലാക്കുന്നുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. ഹോട്ടൽ മാനേജേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഒരു റൈറ്റ് കിട്ടുന്നത് കൊണ്ട് അവർ കുറച്ചുകൂടെ മോട്ടിവേറ്റഡ് ആയിരിക്കും. യെസ്, അതൊക്കെ ഒബിയസ്ലി ഒരു ആസ്പെക്ട് ആയിട്ട് പറയാം. ഹോട്ടൽ മാനേജറെ സംബന്ധിച്ച് അവർക്ക് ഒരു റൈറ്റ് കിട്ടുകയാണ്, അത് പറയാം. ഡെഫിനറ്റ്ലി വെരി ഗുഡ്. അവർ മോട്ടിവേറ്റഡ് ആയിരിക്കില്ല, അവരെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് റൂം റേറ്റ് സെറ്റിംഗിൽ. മറ്റത് സോഫ്റ്റ്വെയർ ആണ് സെറ്റ് ചെയ്യുന്നത്, അവർക്കത് കാര്യങ്ങൾ റൺ ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ. ഓക്കെ, നൗ ഇൻ ടു കീ ആക്ടിവിറ്റീസ് ആൻഡ് പ്രോസസ്സസ്. നമ്മുടെ ഓർഗനൈസേഷനുള്ളിലുള്ള ഓരോരോ സൈഡാണ്, ഓരോ പ്രോസസ് സൈഡാണ്. ഫസ്റ്റ് വൺ, റിസർവേഷൻ ആൻഡ് ബുക്കിംഗ്സ്. നിങ്ങൾ എന്തായാലും വായിച്ചിട്ടുണ്ടോ? ഓൾ ഗസ്റ്റ് നീഡ് ടു ബുക്ക് ദിയർ അക്കോമഡേഷൻ ഇൻ അഡ്വാൻസ് ബിഫോർ അറൈവിംഗ് അറ്റ് വൺ ഓഫ് ദ ലെവൽ ഹോട്ടൽ. അപ്പൊ അതൊരു പ്രശ്നമായിട്ട് വേണമെങ്കിൽ പറയാം അല്ലെ. എല്ലാവർക്കും അവിടെ ഡയറക്റ്റ് വാക്ക് ഇൻ ചെയ്തിട്ട് എനിക്ക് ആ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ബ്രസീലിൽ കണ്ടിട്ടില്ല. അവിടെ വരുന്നതിന് മുന്നേ ഓൾ ഗസ്റ്റ് ഹാവ് ടു ബുക്ക് ദർ അക്കോമഡേഷൻ ഇൻ അഡ്വാൻസ് ബിഫോർ അറൈവൽ. അപ്പൊ ഒരു വാക്കിനായിട്ട് നിങ്ങളപ്പോ എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ മനസ്സിലായില്ലേ, ദാറ്റ് ഇസ് ഒരു പ്രോബ്ലം ആയിട്ട് അവിടെ പറയാം. പിന്നെ റിസർവേഷൻസ് ആൻഡ് ബുക്കിംഗ്സ് ആർ യൂഷ്വലി മെയ്ഡ് ത്രൂ ലെവൽസ് വെബ്സൈറ്റ്, although some are made by guests telephoning the hotel they would like to stay at. ഇപ്പൊ രണ്ട് ഓപ്ഷനിലൂടെയാണ് ബുക്ക് ചെയ്തത്. വൺ ഇസ് പീപ്പിൾ ആർ യൂസിങ് വെബ്സൈറ്റ് മോസ്റ്റ്ലി, ആൻഡ് സം ആർ യൂസിങ് ഫോൺ ആസ് വെൽ. ടെലിഫോണിലൂടെയും ലൊക്കേഷൻ പറഞ്ഞ് ബുക്ക് ചെയ്യാറുണ്ട്. ഗസ്റ്റ് ചെക്ക് അവൈലബിലിറ്റി, പ്രൈസ് they would like to stay, and for the dates they wish to stay. If the room is available, then they made a booking. ഇത് വെബ്സൈറ്റിന്റെ കാര്യം പറയുന്നത്. Each hotel has its own page on website giving pictures of the hotel, summarizing the facilities. The website has an integrated booking mechanism, so bookings are recorded on single company-wide system rather than each hotel having a separate booking platform. For telephonic bookings, details are entered manually onto system by staff. അപ്പൊ അതായത് വെബ്സൈറ്റിലൂടെയുള്ള ബുക്കിംഗ്, നമ്മളിപ്പോ ഒരു വെബ്സൈറ്റിൽ കയറുമ്പോൾ തന്നെ ലെവൽ കാലിക്കറ്റ്, ലെവൽ കൊച്ചി, ലെവൽ തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. എസ്ലാൻഡിലെ പല ലൊക്കേഷൻസിലും ലെവൽ ഹോട്ടൽസ് കിടക്കുകയാണ്. ഓരോന്നും ചൂസ് ചെയ്ത് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണാം അല്ലെ. അങ്ങനെയാണ് അത് ഇമാജിൻ ചെയ്യണ കാര്യങ്ങൾ. അവിടെ നമുക്ക് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കണ്ട് ബുക്ക് ചെയ്ത് റേറ്റും കാര്യങ്ങളും ഡേറ്റ് ഒക്കെ കൊടുത്ത് മുന്നോട്ട് പോയി ബുക്ക് ചെയ്യാം. ദാറ്റ് ഇസ് വൺ തിങ് വിച്ച് ഇസ് വെരി കോമൺ. നിങ്ങൾ എന്തായാലും എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഇപ്പോഴും വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത്, നമുക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടെന്നുള്ളൊരു സിനാരിയോ ഒന്നും പറയുന്നില്ല. മൊബൈൽ ആപ്പ് ഉണ്ടെങ്കിൽ തിങ്സ് വുഡ് ഹാവ് ബീൻ മച്ച് ബെറ്റർ അല്ലെ. പല ഇൻഡസ്ട്രിയിൽ എല്ലാവരും ചെക്ക് ഇൻ ചെയ്യാൻ പോലും മൊബൈലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ടെക് സൈഡിൽ നമ്മൾ ബാക്കിലാണെന്നുള്ളത് പറഞ്ഞു. ഈവൻ വി മിസ് എ CTO ആസ് വെൽ. പിന്നെ ഫോണിന്റെ സൈഡിൽ പറയുന്ന ഡീറ്റെയിൽസ് ആർ എൻറ്റർഡ് മാനുവലി ഓൺ ദ സിസ്റ്റം. സിസ്റ്റത്തിലേക്ക് അല്ലെ പേരെന്താണ് സർ ഓരോന്നും ചോദിച്ചറിഞ്ഞെടുത്തിട്ട് മാനുവലി എൻ്റർ ചെയ്യുക ചെയ്യും. ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ചെയ്യുന്നതും എന്താണ്, റിസപ്ഷൻ സ്റ്റാഫ് വെരിഫൈ ഡീറ്റെയിൽസ്, ഗീവ് ദം ആക്സസ്. അപ്പം ആ നേരത്തെ പറഞ്ഞ പോലെ ക്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മൊബൈൽ ആപ്പ് ഇല്ല, ചെക്ക് ഇൻ ചെയ്യുന്നതൊക്കെ എല്ലാം മാനുവൽ പ്രോസസ്സ് തന്നെയാണ്. ചെക്ക് ഔട്ട് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ പേയ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതല്ലാതെ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഫോണിൽ ആപ്പ് തുറന്നിട്ട് ചെക്ക് ഔട്ട് എന്ന് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ അഡീഷണലി പർച്ചേസസ് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മീൽസോ ഡിന്നറോ ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അടക്കം ബില്ല് സെറ്റിൽ ചെയ്യാനുള്ള പേയ്മെന്റ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സർവീസ് കാര്യങ്ങളൊന്നുമില്ല. വി ആർ സ്റ്റിൽ കൈൻഡ് ഓഫ് ട്രഡീഷണൽ ആണ് ആ സൈഡിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹൗസ് കീപ്പിംഗ് സൈഡ്. Housekeeping team cleans and prepares guest rooms in advance. They make up beds, they provide towels, ഇതൊക്കെ. And clean rooms each day for guests to stay for more than one day. നമ്മൾ വായിച്ചതിനോട് കുറച്ച് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള സിനാരിയാണ്. അതായത് ഒന്നിലധികം ദിവസം നിന്നാലും ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് വന്നിട്ട് ക്ലീൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, നമ്മളല്ലേ നേരത്തെ പറഞ്ഞ ഒരുപാട് ദിവസം നിൽക്കുന്ന ഗസ്റ്റിനെയാണ് നമുക്ക് താല്പര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവർ ക്ലീൻ ചെയ്യണ്ടല്ലോ. അപ്പൊ അതിനോട് പക്ക കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അപ്പൊ എന്തായിരിക്കും അത്? എനി ഗസ്? അല്ല, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മളല്ലേ പറഞ്ഞത് ഹൗസ് ഒരു 5 ദിവസമൊക്കെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സുഖമാണ്, ക്ലീൻ ചെയ്യണ്ടല്ലോ. എന്നിട്ട് ഇപ്പൊ നമ്മൾ പറയാണ് ഒരു ദിവസം കൂടുതൽ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ റൂം ക്ലീൻ ചെയ്യണം. സോ വാട്ട് ഇസ് ദാറ്റ്? എന്തായിരിക്കും അത്? ബേസിക് ക്ലീനിങ്ങിന്റെ കാര്യമാണ് പറയുന്നത്, അല്ലാതെ ഓക്കെ ക്ലീൻ എല്ലാ ദിവസവും റൂം എന്തായാലും എല്ലാ ദിവസവും ക്ലീൻ ചെയ്യും. ഓക്കെ, ഒന്നിലധികം ദിവസം നിന്ന് കഴിഞ്ഞാലും. പക്ഷെ എല്ലാ ദിവസവും ബെഡ്സ് മേക്കപ്പ് ചെയ്യണം, എല്ലാ ദിവസവും ടവൽസ് കൊടുക്കുക, ഈ പ്രിപ്പയർ റൂംസ് ഇതുണ്ടോ. ഹൗസ് കീപ്പിംഗ് ടീം ക്ലീൻസ് എന്ന് പറയുന്നുണ്ട്, ആൻഡ് പിന്നെയുണ്ട് അവർക്കൊരു ഫംഗ്ഷൻ,
പ്രിപ്പയർസ് ഗസ്റ്റ് റൂം, അത് ചെയ്യണ്ടല്ലോ അല്ലെ. ലോങ് സ്റ്റേസ് എടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടി വരുന്നില്ല. അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ. ദേ ഓൾസോ കീപ് അതർ ഏരിയാസ് ഓഫ് ഹോട്ടൽ ക്ലീൻ ആൻഡ് ടൈഡി, റിസപ്ഷൻ ഏരിയാസ്. അതേപോലെ ലോണ്ടറി സർവീസസ് ആർ ഔട്ട്സോഴ്സ്ഡ് ടു തേർഡ് പാർട്ടി ലോണ്ടറി കമ്പനി. ഓക്കെ. Then comes maintenance. There is an in-house maintenance team which ensures that fixtures, fittings, and equipment throughout the hotel are safe and in good working condition. Okay, basically മെയിൻ്റനൻസ് ആണ്. വലിയ മെയിൻ്റനൻസ് അല്ല. എങ്ങനത്തെ മെയിൻ്റനൻസ് ആണ് നോക്കി, ഫർണിച്ചർ എന്തെങ്കിലും പ്രശ്നം പറ്റും, ഫ്ലോറിംഗ്, പ്ലംബിംഗ്, ഇലക്ട്രിക് സിസ്റ്റം, ലൈറ്റ് ഫിറ്റിംഗ്, എയർ കണ്ടീഷനിങ്, ഇതാണ് ആ മെയിൻ്റനൻസ് ടീം. ഇൻഹൗസ് ആയിട്ട് തന്നെ ഉണ്ട്. ഇതെന്തായാലും വേണം, ഇൻഹൗസ് ആയിട്ട് തന്നെ വേണം. കോസ്റ്റ് കൂടുതലായിരിക്കാം. ഈ സൈഡിൽ ഒരു ഡിസ്കഷൻ പോയിന്റ് ഉള്ളത്, മെയിൻ്റനൻസ് ടീം എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും ജോലിയൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും കേടായാൽ അത് നന്നാക്കാനാണല്ലോ നമ്മൾ, അല്ലെ. അല്ല, റിപ്പയർസ് ഒക്കെ വരുമ്പോഴാണല്ലോ. അപ്പൊ മോസ്റ്റ്ലി മെയിൻ്റനൻസ് ടീമിന് കൊടുക്കുന്ന സാലറി കൈൻഡ് ഓഫ് ഫിക്സഡ് സാലറീസ് ആയിരിക്കും മോസ്റ്റ്ലി. ഓക്കെ. അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും കേടായാൽ അപ്പം നന്നാക്കാൻ വന്നാൽ മതി, അങ്ങനെ എന്തെങ്കിലും നന്നാക്കിയാൽ മാത്രം സാലറി തരാം എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് അവിടെ അത്രയും പ്രാക്ടിക്കൽ അല്ല. ഇറ്റ് സീംസ് ദാറ്റ് ദ സാലറി മീൻ റെമ്യൂണറേഷൻ ഫോർ ദ മെയിൻ്റനൻസ് ടൈം ഇസ് പ്രോബബ്ലി ഫിക്സഡ്. ഫിക്സഡ് കോസ്റ്റ് കൊടുക്കാൻ വേണമെന്ന വലിയ ജോലി ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഓക്കെ. വെസ്റ്റേന്റെ ഒക്കെ കേസിൽ ശരിയാണ്. വെസ്റ്റേൺ 100-500 ഹോട്ടലില്ലേ, നമുക്ക് അത്രയും ഹോട്ടൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇൻഹൗസ് ആയിട്ട് ഒരു മെയിൻ്റനൻസ് ടീം എല്ലാ ഹോട്ടൽസിലും ഉണ്ടാക്കുക എന്ന് പറയുന്നത്, നിർത്തുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഫീസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നും ആയിരിക്കണമെന്നില്ല. Then we have a catering team as well, which provides food and drink for guests during the stay. ഇനി ഇതെല്ലാം കഴിഞ്ഞ് താഴെ പറയുന്ന പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. അതെ, മെയിൻ്റനൻസ് ടീമിനെ വേണമെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ പോയിന്റ് സംസാരിക്കാം. ഇഫ് ദ ഇൻഡസ്ട്രി ഈസ് ഹാവിംഗ് മെനി സപ്ലയേഴ്സ്, നമ്മുടെ പോർട്ടേഴ്സ് ഡയമണ്ട് മോഡൽ പറയുകയാണ്, ഒരുപാട് മെയിൻ്റനൻസ് ടീംസ് ഇങ്ങനെ ഇത്രയധികം ഹോട്ടൽസ് ഉള്ളത് കൊണ്ട് മെയിൻ്റനൻസ് ടീം ഇങ്ങനെ ഔട്ട്സോഴ്സിങ് ചെയ്യുന്നതായിട്ട് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാം, ഇഫ് ദാറ്റ് റെഡ്യൂസസ് കോസ്റ്റ്. ഓക്കെ. ഇനി ലെവൽ ഹാസ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. ആക്ച്വലി നമ്മൾ SBL ആദ്യമായിട്ടാണ് SOP എന്നൊരു ടേം എക്സാമിന് ചോദിക്കുന്നത്. എക്സാമിന് അല്ലെങ്കിൽ പ്രിസീനിലാണെങ്കിലും പറയുന്നത്. പക്ഷെ വളരെ മുന്നേ തന്നെ അല്ലെങ്കിൽ എന്തായാലും ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു ടേമാണ് ഈ SOP എന്ന് പറയുന്ന സംഗതി. ഓക്കെ. ലെവൽ ഹാസ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വിച്ച് ഓൾ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ആർ എക്സ്പെക്ടഡ് ഫോളോ. ആക്ച്വലി SOP എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ ഇത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് മാത്രം ഫോളോ ചെയ്യുന്നില്ല. ഇപ്പൊ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന്റെ SOP എന്താന്ന് ചോദിച്ചാൽ എന്താ, ക്ലീനിങ് ദ ഫ്ലോർ, ക്ലീനിങ് ദ ബാത്റൂം, മേക്കിംഗ് ദ ബെഡ്, അതിനൊക്കെ അവർക്ക് ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. ഇപ്പം ബെഡ് ക്ലീൻ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ബെഡ് ക്ലീൻ ചെയ്തു, അവിടെ പില്ലോ കവേഴ്സ് മാറ്റി, ഇതൊക്കെ ഇവർക്ക് ഇങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. ഇതെല്ലാം ചെയ്തു, ഞാൻ ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ടിക്കറ്റ് വേണം. ഓക്കെ. അപ്പോ പല ഓർഗനൈസേഷനും നിങ്ങൾ കൺസൾട്ടിങ്ങിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ചെയ്യുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങളെ ഹോൾ കീ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ SOPs എടുക്കും. ഓക്കെ. ഇപ്പൊ ഒരു ക്വിക്ക് എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ക്ലാസ് നടത്തുക എന്ന് പറയുന്ന സമയത്ത് വെറുതെ ഏതെങ്കിലും ദിവസം ഏതെങ്കിലും ലിങ്ക് ഇട്ടിട്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതല്ല. ഒരു SOP ഉണ്ട്. എന്താണ്, ഫോർ ദ 60 മിനിറ്റ്സ് മുതൽ 90 മിനിറ്റ്സ് വരെയാണ് നമ്മൾ യൂഷ്വലി ലൈവ് സെഷൻ എടുക്കുന്നത്. ഓക്കെ. ദാറ്റ് ഇസ് വൺ തിങ്. അപ്പൊ അതിൽ കൂടുതൽ എക്സീഡ് ചെയ്യരുത്. കാരണം പ്രീവിയസ് ഹിസ്റ്ററി വെച്ചിട്ട് പാർട്ടിസിപ്പൻസിന്റെ ഡ്രോപ്പ് വരുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് ആ ഒരു നമ്പറിലേക്ക് എത്തിയത്. മാക്സിമം ഒരു 2 hours വരെയാണ് ലൈവ് സെഷൻ. ഓക്കെ. ഇനി ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ ഇന്റർനെറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാണ്. അപ്പം അതും ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ടായിരിക്കും. ഇതിപ്പോ നാച്ചുറലി വന്നു പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ സ്റ്റിൽ ഇതൊക്കെ ഡോക്യുമെന്റഡ് ആയിരിക്കണം. എല്ലാ ഓർഗനൈസേഷനിലും അതിനുള്ളിലുള്ള കീ പ്രോസസ്സുകളിലുള്ള ഓരോ കാര്യങ്ങളും ഡോക്യുമെന്റഡ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ റിസപ്ഷൻ സ്റ്റാഫ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താ, റിസപ്ഷൻ സ്റ്റാഫിലേക്ക് ഒരാൾ വരുമ്പോഴേക്കും നിർബന്ധമായിട്ടും അയാൾ ചിരിച്ചിരിക്കണം. ഗ്രീറ്റ് ഗസ്റ്റ് വിത്ത് എ സ്മൈൽ, ഗുഡ് മോർണിംഗ് സർ അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സ്മൈല് കൊടുക്കുക എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് അവിടെ SOP നമ്പർ 1 ആണ്. ഇതാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. ഇത് നമുക്ക് പേപ്പറിലേക്ക് ഒന്ന് എഴുതിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, വി ക്യാൻ ഡെഫിനറ്റ്ലി സ്കെയിൽ അപ്പ് തിങ്സ്. അതായത് ഇപ്പൊ ലെവലിന്റെ കേസിൽ 35 ഹോട്ടൽ അവർ ആദ്യം തുടങ്ങിയ ഒരു ഹോട്ടലാണ്. ആ ഒരു ഹോട്ടലിൽ അവർ എല്ലാ പ്രോസസ്സും ഐഡന്റിഫൈ ചെയ്ത് അതിലൊരു SOP ഉണ്ടാക്കി. അത് നേരെ കോപ്പി പേസ്റ്റ് ആണ് ഹോട്ടൽ നമ്പർ 2ലേക്കും ഹോട്ടൽ 3ലേക്കും 4ലേക്കും ഒക്കെ. പിന്നെ പുതിയതായിട്ട് ഓരോ റിസപ്ഷൻ സ്റ്റാഫിനെ എടുക്കുമ്പോഴും അവർക്ക് കൊടുക്കുന്ന JD അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ഈ SOPs ഫോളോ ചെയ്യാനാണ് പറയുന്നത്, വിച്ച് ഇസ് ഈസി ഫോർ ദം. ഓക്കെ. അപ്പൊ അതാണ് SOPs. തീർച്ചയായിട്ടും ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും, ഇപ്പൊ നാളെ നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും, ഒരു ചെറിയ ഒരു ബേസിക് ഒരു അവൽ മിൽക്ക് ഷോപ്പ് മുതൽ ഉള്ള കാര്യം ഞാൻ പറയുന്നത്, എന്തായാലും അവിടെ SOPs ഉണ്ട്.
SOP സെറ്റ് ചെയ്തതിന് ശേഷമേ നമുക്ക് സ്കെയിലിംഗ് അപ്പ് നടക്കത്തുള്ളൂ. അല്ലാതെ വെറുതെ എന്താ പറയാ, ആരെങ്കിലും ഒരു ഇൻട്രസ്റ്റ് കാണിച്ചു നമുക്ക് ഒരു ബ്രാഞ്ച് കൂടെ തുടങ്ങിയാലോ എന്ന് കണ്ടിട്ടല്ല ഓരോ ബ്രാൻഡുകളും നെക്സ്റ്റ് ബ്രാഞ്ചസ് എന്നുള്ള രീതിയിൽ തുടങ്ങുന്നത്. ഓക്കെ, then hotel managers have an important monthly role, I mean operational role. Hotel manager for each hotel oversees all aspect of day to day activities of the hotel. ഒരു മാനേജർ ഇങ്ങനെ നടക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ, ഒരു സൂപ്പർവിഷൻ ആക്ടിവിറ്റി. ആക്ച്വലി SOPs സ്ട്രോങ് ആണെങ്കിലും SOPs ചിലപ്പോൾ മിസ് ഔട്ട് ചെയ്ത് പോകാറുണ്ട്. അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോട്ടൽ മാനേജർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളിലെ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു ടേംസ് ആക്കിയിട്ട് എഴുതി വെച്ചതാണ്. SOPs ഉള്ളത് കൊണ്ട് ദിസ് ഹെൽപ്പ് എൻഷുർ കൺസിസ്റ്റന്റ് ക്വാളിറ്റി അക്രോസ് 35 ഹോട്ടൽ. ഗസ്റ്റ് ഏത് ലെവലിലെ ഏത് ഹോട്ടൽ ചെയ്ത് കഴിഞ്ഞാലും അവിടുത്തെ അവര് കൊള്ളാം കേട്ടോ, അല്ല ഹൗസ് കീപ്പിംഗ് ടീം കൊള്ളാം, അല്ലെങ്കിൽ ലെവൽ കൊള്ളാം എന്ന് പറയുന്ന പോയിന്റ്സ് ആണിത്. ഏത് ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാലും SOPs സ്ട്രീം ആണെങ്കിൽ ഗസ്റ്റിന് ഏകദേശം ഒരു യുണീക്ക് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും കിട്ടുക. എവിടെ ചെന്ന് കഴിഞ്ഞാലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അവർക്ക് കിട്ടും. ഓക്കെ, പിന്നെ പ്രശ്നം എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് SOPs ഇല്ലാത്ത സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ വരും. അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് പറയാണ് റിസപ്ഷൻ ടീമിൽ പെട്ടെന്ന് ഒരു ദിവസം രാത്രി വന്നിട്ട് പറയാണ് എന്നെ എയർപോർട്ടിൽ ഉണ്ടാക്കും. അപ്പോൾ 4 സ്റ്റാർ ഹോട്ടലാണ്, വി ഡോണ്ട് ഹാവ് ഷോഫേഴ്സ്, കറന്റ് ഷോഫേഴ്സോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ചിലപ്പോൾ ലെവൽ കാലിക്കറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ സാർ, ഞാനൊരു പയ്യനെ ഇവിടെ ഒരാൾ ഇങ്ങനെ വന്നിട്ടുണ്ട്, അയാളെ വേണമെങ്കിൽ കൊണ്ടുവിടാം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവർ കൊടുത്തു എന്ന് വിചാരിക്കും. അടുത്തൊരു ലൊക്കേഷനിൽ സാർ ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു സർവീസ് ഇല്ല. അത് ആക്ച്വലി രണ്ട് രീതിയിലാണ് അവിടുത്തെ ഹോട്ടൽ മാനേജേഴ്സ് ആ പോയിന്റ് ഡീൽ ചെയ്യുന്നത്, വിച്ച് ഇസ് ആക്ച്വലി കോൺഫ്ലിക്റ്റ്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ഗസ്റ്റിന്റെ ഇങ്ങനെയുള്ള യുണീക്ക് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് അൺയൂഷ്വൽ സിറ്റുവേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ SOPs ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് പ്രശ്നമായിട്ടാണ്. അപ്പൊ ഗസ്റ്റിന് കിട്ടുന്നത് ഒരിക്കലും സ്റ്റാൻഡേർഡ് എക്സ്പീരിയൻസ്. അപ്പൊ പരമാവധി ഉള്ള സിറ്റുവേഷൻസിനൊക്കെ വന്നേക്കാവുന്ന എല്ലാ സിറ്റുവേഷൻ ചിന്തിച്ചിട്ട് ആ രീതിയിൽ നമ്മൾ SOPs ഫ്രെയിം ചെയ്ത് വെക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇല്ല സാർ, ഞങ്ങൾ ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നതായിരിക്കും ലെവലിന്റെ കേസിൽ ആക്ച്വലി കുറച്ചുകൂടെ സ്റ്റാൻഡർഡൈസേഷൻ സൈഡിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് തോന്നരുത് അതെന്ത് പരിപാടിയാണ്, ഒരു മനുഷ്യത്തില്ലാത്ത പരിപാടി, രാത്രി ഇങ്ങനെ ഒരു അർജന്റ് അല്ല. അവിടെ ഹ്യൂമാനിറ്റി പാർട്ട് അല്ല നിങ്ങൾ സംസാരിക്കുന്നത്, യുവർ സ്ട്രാറ്റജിക് ബിസിനസ് ലീഡേഴ്സ്. അവിടെ ഓർഗനൈസേഷൻ സ്കെയിലിംഗ് അപ്പിന്റെ സൈഡാണ് ആലോചിക്കുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഈച്ച് ഹോട്ടൽ ഷുഡ് ഹാവ് ദെയർ ഓൺ SOPs. ലെവലിൽ ഒരു SOP ഉണ്ടാവും, ലെവൽ ഒരു SOP സെറ്റ് ചെയ്യും, വിച്ച് ഇസ് ആക്ച്വലി ആപ്ലിക്കബിൾ ഫോർ ഈച്ച് ഓഫ് ദ 35 ഹോട്ടൽസ്. കോമൺ SOP ആയിരിക്കും. കാരണം അല്ലെ, എല്ലായിടത്തും ചെയ്യുന്ന എന്താ പറയാ ഓപ്പറേഷൻസും കാര്യങ്ങളും സെയിം തന്നെയല്ലേ, അല്ലാതെ ഓരോ ഹോട്ടലും സെപ്പറേറ്റ് എന്നുള്ളതല്ല. ഓക്കെ, യെസ്. ദെൻ അതാണ് ക്ലിയർ ആണല്ലോ അല്ലെ? SOP സൈഡ് ക്ലിയർ അല്ലടാ? SOP നിങ്ങൾ ജോലി കൺസൾട്ടിങ് ഫീൽഡിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ഇരിക്കേണ്ട ഒരു ഏരിയ ആണ് SOP ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര വലിയ കാര്യമാണ്, ഓരോ പ്രോസസ്സ് മനസ്സിലാക്കിയിട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഒന്ന് കമന്റ് ചെയ്താലോ, റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ്. ഓക്കെ, ശരി. ദെൻ എനി വീക്ക്നെസ് ഇൻ ഹൗസ് കീപ്പിംഗ്, മെയിൻ്റനൻസ്, റിസപ്ഷൻ, ഇതൊക്കെ SOPയിലോട്ട് കോൺഫ്ലിക്റ്റിംഗ് ആയുള്ള രീതിയിൽ എന്തെങ്കിലും സിനാരിയോ ഉണ്ടായി കഴിഞ്ഞാൽ ദിസ് ഒബ്വിയസ്ലി കംസ് അപ്പ് ആസ് എ റെപ്യൂട്ടേഷണൽ റിസ്ക്. വെബ്സൈറ്റിലാണ് നമ്മൾ റിലൈ ചെയ്യുന്നത്. അപ്പൊ വെബ്സൈറ്റ് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ACCയുടെ വെബ്സൈറ്റ് ഒക്കെ ഹാങ് ആവുന്ന സിനാരിയോസ് ഒക്കെ നമുക്കറിയാം അല്ലെ? ഒരൊറ്റ വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ 35 ഹോട്ടൽസിന്റെയും ബുക്കിംഗ് എടുക്കുന്നത്. അപ്പൊ ഒരു വെബ്സൈറ്റ് ക്രാഷ് ആയി കഴിഞ്ഞാൽ 35 ഹോട്ടൽസിന്റെയും റവന്യൂ ലോസ് ഒറ്റയടിയായിരിക്കും സംഭവിക്കുക. ഹൈ റിലയൻസ് അല്ലെ, അതിനൊരു ഓൾട്ടർനേറ്റീവ് കാര്യങ്ങളൊന്നും നമ്മൾ കറന്റ് ഉണ്ടാക്കി വെച്ചിട്ടില്ല. യെസ്, ഫോൺ ഉണ്ടെങ്കിൽ. ഓക്കെ, ദെൻ HR ചാലഞ്ചസ്, സ്റ്റാഫ് ടേൺ ഓവർ കൂടിക്കഴിഞ്ഞാലുള്ള ചാലഞ്ചസ്. പിന്നെ കാരണം ഇറ്റ് ഈസ് ഹാർഡർ ടു മെയിൻറ്റെയിൻ SOP ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം പുതിയ സ്റ്റാഫ് വരുമ്പോഴും ആ SOP ബേസ് ചെയ്തുകൊണ്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. ഓക്കെ, ദെൻ ലോണ്ടറി സർവീസസിന്റെ കാര്യം നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യണം. ഔട്ട്സോഴ്സ് ചെയ്യുമ്പോഴുള്ള ജനറൽ കാര്യങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഔട്ട്സോഴ്സ് ചെയ്യുന്ന സമയത്ത് എന്താ പ്രശ്നം, കോസ്റ്റ് സേവ് ചെയ്യാനായിരിക്കും ചിലപ്പോൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഔട്ട്സോഴ്സ് ചെയ്യുന്ന സമയത്ത് അവരെന്തെങ്കിലും കാര്യങ്ങൾ പ്രോപ്പർലി അല്ല സർവീസ് ചെയ്തെങ്കിൽ അതിന്റെ, കാരണം തേർഡ് പാർട്ടി ആണ് അല്ലെ, തേർഡ് പാർട്ടി പെർഫോമൻസിനെ നമ്മൾ റിലൈ ചെയ്തിട്ട് അപ്പൊ അവരെന്തെങ്കിലും മോശം ചെയ്ത് കഴിഞ്ഞാലും റെപ്യൂട്ടേഷൻ ഡാമേജ് വരുന്നത് ലെവലിൽ തന്നെയായിരിക്കും, കാരണം ലെവലായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഔട്ട്സോഴ്സിംഗ് ടീമാണ്. ഓക്കെ, ഇനി അടുത്തത് എംപ്ലോയി സൈഡ്. In common with other hotel operators, a number of operational staff work part-time.
ബാക്കി എല്ലാ ഓപ്പറേറ്റേഴ്സും പോലെ തന്നെയാണ് നമ്മൾ. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫും കാറ്ററിംഗ് സ്റ്റാഫും ഒക്കെ സീസൺ സമയത്ത് കുറച്ച് അധികം ഉണ്ടാവും, സീസൺ സമയത്ത് ഇല്ലാത്ത സമയത്തില്ല. ടെമ്പററി ആയിട്ടുള്ള സ്റ്റാഫ് ആയിരിക്കും, പാർട്ട് ടൈം ആയിട്ടുള്ള സ്റ്റാഫ് ആയിരിക്കും. ഓക്കെ. Level recognizes the crucial role that each of the staff members play in ensuring guest satisfaction and realize that employees who enjoy their jobs are likely to provide a higher quality. ഇപ്പൊ എംപ്ലോയീസിന്റെ കയ്യിലാണ് കാര്യങ്ങൾ. ഗസ്റ്റിനെ അല്ലെ ഹാപ്പി ആക്കേണ്ട റെസ്പോൺസിബിലിറ്റി എംപ്ലോയീസിനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഹോട്ടൽ ഓപ്പറേറ്റർ ആണ് നമ്മൾ. ദെൻ വി റൺ ആൻ എംപ്ലോയി റെക്കഗ്നിഷൻ പ്രോഗ്രാം ഫോർ സ്റ്റാഫ്. ചാപ്റ്റർ 5 പറയുന്ന കാര്യങ്ങൾ എന്താ, ക്യാഷ് റിവാർഡ്സും ഷോപ്പിംഗ് വോച്ചേഴ്സും ഒക്കെ കൊടുക്കുന്നുണ്ട്. സ്റ്റാഫ് ക്യാൻ ബി നോമിനേറ്റഡ് ഫോർ റിവാർഡ് ബൈ ദ മാനേജർ ഓർ ബൈ എ കൊളീഗ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു, അതായത് ബേസിക്കലി ഒരു എംപ്ലോയി റെക്കഗ്നിഷൻ പ്രോഗ്രാം നമുക്കുണ്ട്. ഈവൻ ദോ നമ്മൾ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് കൂടുതലെങ്കിലും. ഇപ്പൊ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആണെന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്താണ്, അവർക്കൊരു ജോബ് സെക്യൂരിറ്റി ഇല്ല അല്ലെ. എപ്പോഴാണെങ്കിലും പാർട്ട് ടൈം അല്ലേ, ആൾക്കാർ മീൻ സീസൺ ആണ്, അല്ലെങ്കിൽ ഹോട്ടലിലെ റൂംസ് ഒക്കെ ഒക്കുപ്പൈഡ് ആണ്, ഒക്കുപ്പൻസി റേറ്റ് ഒക്കെ കൂടുതലാണെങ്കിൽ ബേസിക്കലി നിങ്ങളെ ആവശ്യമുള്ളൂ. ഇപ്പൊ ജോബ് സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു സിനാരിയോ ഇൻഡസ്ട്രിയിൽ മൊത്തത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിന് നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയാൽ വി ഷുഡ് ഇംപ്ലിമെന്റ് ദാറ്റ്, ബിക്കോസ് ദാറ്റ് വിൽ ആക്ച്വലി കം അപ്പ് ആസ് എ കോമ്പറ്റീറ്റീവ് എഡ്ജ് അല്ലെ. പിന്നെ നമുക്ക് ഓരോ പ്രാവശ്യം SOP ട്രെയിനിങ്ങോ അല്ലെങ്കിൽ എംപ്ലോയി ടേൺ ഓവർ അപ്പോൾ കുറവായിരിക്കും, വിച്ച് വിൽ അല്ലെ. വേറെ ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മൾ എന്തായാലും ഉണ്ടാവും ഗസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ സൈഡിലൊക്കെ. ഓക്കെ. അതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഗസ്റ്റ് എക്സ്പീരിയൻസ് നല്ലതായിരിക്കണമെങ്കിൽ എംപ്ലോയീസിനെ ടേക്ക് കെയർ ചെയ്യണം. ഹൈ ടേൺ ഓവർ വന്നു കഴിഞ്ഞുള്ള പ്രശ്നം, വീണ്ടും വീണ്ടും ട്രെയിനിങ് നടത്തേണ്ടി വരും. ദെൻ മാനേജിങ് സീസണാലിറ്റി ത്രൂ പാർട്ട് ടൈം സ്റ്റാഫ്. പാർട്ട് ടൈം അത് പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ട്. നമ്മളിപ്പോ നെഗറ്റീവ് സൈഡാണ് കൂടുതൽ സംസാരിച്ചപ്പോൾ പാർട്ട് ടൈം സ്റ്റാഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓഫ് സീസണിൽ ആ കോസ്റ്റ് ബെയർ ചെയ്യേണ്ടി വരുന്നില്ല, അവരെ പിരിച്ചുവിട്ടാൽ മതി. ഓക്കെ. പിന്നെ ഓർഗനൈസേഷന്റെ കൾച്ചർ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ ഒരു റെക്കഗ്നിഷൻ പ്രോഗ്രാം, ഈവൻ ദോ പാർട്ട് ടൈം ആണെങ്കിൽ പോലും നമ്മൾ ഒരു എംപ്ലോയി റെക്കഗ്നിഷൻ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ആൻഡ് സിൻസ് വി ഓൾറെഡി ഹാവ് എ CPO ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അല്ലെ ആ ഒരു, അത് നമുക്കൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. ഇറ്റ് സീംസ് ദാറ്റ് വേറെ സിനാരിയോ ഒന്നുമില്ല. എക്സാമിന് നിങ്ങൾക്ക് തരുന്ന എക്സിബിറ്റിൽ എംപ്ലോയി സൈഡിലുള്ള ഫീഡ്ബാക്കോ കാര്യങ്ങളോ നിങ്ങൾ കണ്ടിട്ടില്ല. ഏതോ NCCP ചെയ്ത ക്വസ്റ്റ്യനിലായിരുന്നു ഫീഡ്ബാക്ക് ഫ്രം സ്റ്റാഫ് ആൻഡ് വോളണ്ടിയേഴ്സ്. അവർ ഓർഗനൈസേഷനെ പറ്റി വളരെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരു ഫീഡ്ബാക്ക് ആയിരുന്നു നമ്മുടെ സർവേ റിസൾട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതേപോലെ ഒരു എക്സിബിറ്റ് വന്നു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ യെസ് അവർ എംപ്ലോയീസ് ആർ ഫേസിങ് എ പ്രോബ്ലം. അങ്ങനെ ഒരു സിനാരിയോ വന്നിട്ടില്ലെങ്കിൽ യു ഗൈസ് ക്യാൻ ടോക്ക് അബൌട്ട് ദ പോസിറ്റീവ് ആസ്പെക്ട് ഓഫ് ദ കമ്പനി. കാരണം ആസ് ഓഫ് നൗ എംപ്ലോയി സൈഡ് വളരെ പോസിറ്റീവായിട്ട് തന്നെ പറയാനുള്ള കാര്യങ്ങളാണ് പ്രിസീനിലുള്ളത്. ഓക്കെ. ഇനി അടുത്ത സപ്ലൈസ്. Wherever possible, level aims to use locally sourced seasonal ingredients in hotel restaurant. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്താണ്, നമ്മുടെ റെസ്റ്റോറന്റിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇപ്പൊ കോഴിക്കോട് കാലിക്കറ്റ് സൈഡിലുള്ള ലെവലിലെ ഹോട്ടൽ ആണെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും സപ്ലൈസ് ലോക്കലി ആണ് സോഴ്സ് ചെയ്യുന്നത്. അവിടെയുള്ള ഏതെങ്കിലും സപ്ലൈസിനോട് ഹോട്ടൽ റെസ്റ്റോറന്റ് മാനേജർ നെഗോഷിയേറ്റ് ചെയ്തിട്ടാണ് ഇൻഗ്രീഡിയൻസ് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ. എറണാകുളം സൈഡിലുള്ളവരാണെങ്കിൽ ഇവിടെയുള്ള അല്ലെ എറണാകുളം സൈഡിലുള്ള ഏതെങ്കിലും അങ്ങനെയാണ് സപ്ലൈസിനെ കണ്ടെത്തുന്നത്. അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡർഡൈസ്ഡ് ഫുഡ് ആയിരിക്കില്ല. ഒന്ന്, ടേസ്റ്റിലൊക്കെ എന്തൊക്കെയായാലും ചെറിയ ഡിഫറൻസ് ഉണ്ടാവും, അത് നോട്ടബിൾ അല്ലെങ്കിൽ പോലും. സെക്കൻഡ് വൺ, പർച്ചേസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഒരുപാട് കൂടുതലാവുമ്പോഴാണ് നമുക്ക് ആ ഇക്കണോമീസ് ഓഫ് സ്കെയിലിന്റെ ബെനിഫിറ്റും കാര്യങ്ങളും ബാർഗെയിനിങ് പവർ ഒക്കെ കൂടുന്നുണ്ടാവുക. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഇവിടെ എടുക്കാൻ കഴിയില്ല. ഓക്കെ. പോസിറ്റീവ് സൈഡ് പറയാനാണെങ്കിൽ റെസ്റ്റോറന്റ് മാനേജറുടെ നെഗോസിയേഷൻ സ്കില്ലൊക്കെ മനസ്സിലാക്കി അവരുടെ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അതൊക്കെയാണ് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ ഫർദർ താഴെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി ഫോർ അതർ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഫുഡിന്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ, ക്ലീനിങ് പ്രോഡക്ട്സ്, ബെഡിങ് ആൻഡ് ടവൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ലെവലിന്റെ സെൻട്രൽ പ്രൊക്യൂർമെന്റ് ടീമാണ് വെൻഡേഴ്സിനെ കണ്ടെത്തുന്നതും അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 35 ഹോട്ടലിലേക്കുള്ള ബെഡ്ഷീറ്റുകളും ടവൽസും പർച്ചേസ് ചെയ്യുന്നത് സെൻട്രൽ പ്രൊക്യൂർമെന്റ് ടീം ആയതുകൊണ്ട് അതൊരു ബൾക്ക് പർച്ചേസ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും ഇക്കണോമീസ് ഓഫ് സ്കെയിൽ ബെനിഫിറ്റ്സ് ഡെഫിനറ്റ്ലി എവിടെ ഉണ്ടാവും, ഈ കേസിൽ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നിങ്ങളിവിടെ പലപ്പോഴും സപ്ലൈസിന്റെ ബാർഗെയിനിങ് പവറിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ഇവിടെ ഒരുപാട് സപ്ലൈസ് ഉണ്ട്. നമുക്ക് ഫുഡ് തരുന്ന സപ്ലൈസ് ഉണ്ട്, അതേപോലെ നമുക്ക് ബെഡിങ്ങും ടവൽസും തരുന്ന സപ്ലൈസ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സപ്ലൈസ് ആണ്. ഇതിൽ ഓരോരുത്തരുടെ ബാർഗെയിനിങ് പവറും കാര്യങ്ങളും ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും, അത് ശ്രദ്ധിക്കാം. ആൻഡ് നമ്മുടെ സസ്റ്റൈനബിലിറ്റി സൈഡിലേക്ക് ചേർത്ത് വെക്കാവുന്ന ഒരു പോയിന്റ് കൂടി ഇവർ പറയുന്നുണ്ട്. ലെവൽ പ്രൊക്യൂർ ചെയ്യുന്ന സമയത്ത് എൻവയോൺമെന്റ് ക്രെഡൻഷ്യൽസും കൂടെ നോക്കിയിട്ടാണ്, അതായത് ബെഡിങ്ങും ടവൽസും ഒക്കെ
എൻവയോൺമെന്റുമായിട്ട് വളരെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന സംഗതിയാണ്. ഇതിന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിലൊക്കെ ഉള്ള കാർബൺ ഇമിഷന്റെ കാര്യമോ വേസ്റ്റേജിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവരുടെ എൻവയോൺമെന്റൽ ക്രെഡൻഷ്യൽസ് എന്താണ് എന്ന് കൂടെ നോക്കിയിട്ടേ നമ്മൾ കോൺട്രാക്റ്റിൽ എഗ്രി ചെയ്യത്തുള്ളൂ എന്ന് പറയുന്നത് നമ്മുടെ സസ്റ്റൈനബിലിറ്റി ക്രെഡൻഷ്യൽസ് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഡൂയിങ് ദിസ് വിൽ ഡെഫിനറ്റ്ലി അട്രാക്ട് ഇക്കോ കോൺഷ്യസ് കസ്റ്റമേഴ്സ് ടു ലെവൽ എന്ന് പറയാം. ആൻഡ് വി ഹാവ് ആൻ ഇൻ ഹൗസ് മെയിൻ്റനൻസ് ടീം വിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡീൽ വിത്ത് റൂട്ടീൻ മെയിൻ്റനൻസ്. ഹവർ വി ഹാവ് എക്സ്റ്റേണൽ കോൺട്രാക്ടേഴ്സ്, മേജർ ആയിട്ട് ബിൽഡിങ്ങിന് എന്തെങ്കിലും പണികൾ വരികയാണ്, റിഫർബിഷ്മെന്റ് ചെയ്യേണ്ടി വരികയാണ്, അതൊക്കെ ഒരു എക്സ്റ്റേണൽ കോൺട്രാക്ടേഴ്സ് ആണ് ചെയ്യുന്നത്. വിച്ച് ഈസ് നമ്മൾ യൂഷ്വലി 10 years കൂടുമ്പോഴാണ് റിഫർബിഷ് ചെയ്യുന്നത്. അതും അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യുന്നത് സെൻട്രൽ പ്രൊക്യൂർമെന്റ് ടീമാണ്. ഓക്കെ, അപ്പൊ ഇവിടെയും നമ്മുടെ ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സിനാരിയോ ഒക്കെ എക്സാമിന് വരാവുന്ന സാധ്യത നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. മറ്റേ സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ടും ഒക്കെ പഠിച്ചതല്ലേ, ഓർക്കുന്നുണ്ടോ? ഫെമിലിയാരിറ്റി ത്രെട്ട്. അപ്പൊ ഇവിടെ ഒരു സെൻട്രൽ പ്രൊക്യൂർമെന്റ് ടീം നമുക്കുണ്ട്. ഈ സെൻട്രൽ പ്രൊക്യൂർമെന്റ് ടീമിലുള്ള ഏതെങ്കിലും ഒരു സീനിയർ സ്റ്റാഫ് മെമ്പറിന്റെ ഫാമിലി റിലേറ്റീവ്സിനൊക്കെ എക്സ്റ്റേണൽ കോൺട്രാക്ടേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ വർക്കിന് വിളിക്കുക വിത്തൗട്ട് റണ്ണിങ് എ കൊട്ടേഷൻ. അതൊക്കെ അങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ ഒക്കെ അതിലുണ്ട്. ഒപ്റ്റിമ എന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത ഒപ്റ്റിമ എന്ന ക്വസ്റ്റ്യൻ അങ്ങനെ ഒരു സിനാരി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിലും ഒരു ഓഡിറ്റ് പെർസ്പെക്റ്റീവിൽ വരാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സ്ട്രാറ്റജി റിലേറ്റഡ് ആയിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ ക്വാർട്ടേഴ്സ് 5 ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലൈസിനെ പറ്റിയിട്ടൊന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സംസാരിക്കാം. ഇവിടെ നമ്മൾ ലോക്കലി സോഴ്സ് സപ്ലൈസ് ആണ്. അപ്പോൾ സപ്ലൈസ് ഒരുപാടുണ്ടെങ്കിൽ ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലൈസ് വിൽ ബി ലോ. ഓക്കെ, നമുക്കായിരിക്കും പവർ. ഇറ്റ് സീംസ് ദാറ്റ് ഇവിടെ ഒരുപാട് അല്ലെ, എന്തായാലും ഇത്രയും ഹോട്ടൽസ് ഉള്ളത് കൊണ്ട് സീസണൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊടുക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഫുഡിന്റെ സെഗ്മെന്റ് അല്ലേ, എന്തായാലും ഒരുപാട് സപ്ലൈസ് ഉണ്ടാവും. സോ ബാർഗെയിനിങ് പവർ ഓഫ് ദീ സപ്ലൈസ് വിൽ ബി ലോ. ഇനി ബെഡിങ് സപ്ലൈസ് ഒക്കെ കൊടുക്കുന്നതിനെ പറ്റി ഇത് എത്ര പേര് മാർക്കറ്റിൽ ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ല. തന്നിരിക്കുന്ന ഡാറ്റ ഒക്കെ വെച്ചിട്ട് എന്താണ് സപ്ലൈസ് ഒരുപാടുണ്ട് എന്ന് വേണം അസ്യൂം ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ അവരുടെ ബാർഗെയിനിങ് പവർ ലോ എന്ന രീതിയിലൊക്കെ നമുക്ക് കമന്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ് ഓഡിറ്റ് പെർസ്പെക്ടീവിലോ അല്ലെങ്കിൽ സ്ട്രാറ്റജി പെർസ്പെക്ടീവിലോ ഒക്കെ ചോദിക്കാം ഇങ്ങനെയുള്ള ഒരു സിനാരിയോ, സപ്ലൈ ചെയിൻ പെർസ്പെക്ടീവിലൊക്കെ. ഓക്കെ, ഇനി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ലോക്കലി അല്ലേ നമ്മൾ സോഴ്സ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ ഹോട്ടലിലെ ആൾക്കാരാണ്, ആ ഒരു ലോക്കൽ കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ്, ആ ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് ഒന്ന് സ്മൂതനാവും. ഓക്കെ, പിന്നെ ഗസ്റ്റിനാണെങ്കിലും ആ ലോക്കൽ എക്സ്പീരിയൻസ് ഇവിടെ അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു യുണീക്ക് എക്സ്പീരിയൻസ് ഗസ്റ്റിന്റെ അവാർഡ്, അങ്ങനെയുള്ള കളർ തീമും കാര്യങ്ങളൊക്കെയാണ് ഹോട്ടൽസിന് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനോട് അലൈൻഡ് ആണ്. സപ്ലൈ ചെയിൻ റിസ്ക് ഉണ്ടാവാം, കാരണം എന്താ, തരുന്ന ക്വാളിറ്റിയിലും സപ്ലൈസിലൊക്കെയുള്ള ഡിഫറൻസിനനുസരിച്ച് അതായത് പറഞ്ഞു സപ്ലൈ ചെയിനുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. ദെൻ സെൻട്രൽ പ്രൊക്യൂർമെന്റിന് ഡെഫിനറ്റ്ലി ഇക്കണോമീസ് ഓഫ് സ്കെയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും, ബിക്കോസ് അവർ ചെയ്യുന്നത് മോസ്റ്റ്ലി ബൾക്ക് പർച്ചേസ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ സസ്റ്റൈനബിലിറ്റി ക്രെഡൻഷ്യൽസ് ഇംപ്രൂവ് ആവും ബിക്കോസ് വി ഇൻസ്പെക്ട് ദോസ് സപ്ലൈസ് എൻവയോൺമെന്റ് ക്രെഡൻഷ്യൽസ് ആസ് വെൽ. ഇനി റീഫർബിഷിംഗ് ഹോട്ടൽസ് എവറി 10 years എന്ന് പറയുന്നത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം, പക്ഷെ അതിൽ ഹെവി ക്യാപിറ്റൽ കോസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്, വീടൊക്കെ തന്നെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനോട് അടുത്ത് തന്നെ ഏകദേശം ചെലവ് വരും ഇത് റിനോവേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാലും എന്ന് കേട്ടിട്ടില്ലേ, എന്ന് പറയുന്ന പോലെയാണിത്. ഓക്കെ, അപ്പോ അങ്ങനെ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റിസ്ക് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഉള്ള പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മൾ 35 ഹോട്ടൽ നമ്മൾ ഗ്രോത്ത് സ്ലോ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ അതിനുള്ള സൊല്യൂഷൻ പോലെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു സിനാരിയോ ആണ് ദർ ഇസ് എൻ എമേർജിംഗ് ട്രെൻഡ്. എന്തായിരുന്നത് ഓർക്കുന്നുണ്ടോ? നമ്മൾ ഓൾറെഡി വായിച്ചതാണ്, ഓർക്കുന്നുണ്ടോ? വെരി ഗുഡ് ആരോ അല്ലെ, സെയിൽ ആൻഡ് ലീസ് ബാക്ക് അറേഞ്ച്മെന്റ്. പെട്ടെന്ന് നമുക്ക് ക്യാഷ് കിട്ടും, അല്ല ആ ക്യാഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ മെയിൻ്റനൻസും കാര്യങ്ങളും നടത്താം. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ ഹോട്ടൽ നല്ല രീതിയിൽ റണ്ണിങ് ആണെങ്കിൽ മാത്രം അത് റീപർച്ചേസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനിലേക്ക് പോയാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ അത് എക്സിറ്റ് എടുക്കാം, അല്ലെങ്കിൽ ലീസ് പീരീഡ് റിന്യൂ ചെയ്യാവുന്ന സിനാരിയോ. അപ്പോൾ ആ ഒരു ട്രെൻഡ് ഒക്കെ ഉള്ളത് കൊണ്ട് ഈ റിഫർബിഷ്മെന്റ് ഒക്കെ പണ്ടത്തെക്കാളും കുറച്ചുകൂടി എളുപ്പമാണ്. നമ്മുടെ ഓർഗാനിക് ഗ്രോത്ത് ആണെങ്കിൽ പോലും കുറച്ചുകൂടെ സ്പീഡപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രെൻഡാണത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് നമുക്കല്ലേ ഇതുവരെ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഒന്ന് രണ്ട് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്തോട്ടെ. ഡു വി നീഡ് ടു മെൻഷൻ ദ മോഡൽ ഇൻ ആൻസർ? നമ്മൾ എക്സാമിന് ആൻസർ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ മോഡൽസിന്റെ പേര് യൂസ് ചെയ്യരുത് അണ്ടിൽ ആൻഡ് അൺലെസ് ഇറ്റ് ഇസ് മെൻഷൻ ഫ്രം ദി എക്സാമിനർ ഇറ്റ്സെൽഫ്. നമ്മുടെ ടാസ്കിൽ തന്നെ ഓൾറെഡി ഇന്ന മോഡൽ, ഇപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നതാ ക്ലാസ്സിൽ ചെയ്തിരുന്ന ബോൾഡ്രിഡ്ജ് പെർഫോമൻസ് മോഡൽ ഡൂൾസിന്റെ ടാസ്ക് നമ്പർ 3, ഡൂൾസിന്റെ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് അതിലെ ടാസ്ക് നമ്പർ 3 ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് ബോൾഡ്രിഡ്ജ് പെർഫോമൻസ് മോഡൽ. അങ്ങനെ ചോദിച്ചാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മോഡലിന്റെ പേര് മെൻഷൻ ചെയ്യാവുള്ളൂ.
ഓക്കെ, അല്ലാതെ ഒരു കേസിലും നമ്മൾ മോഡലിലെ കോണ്ടന്റ്സ് എഴുതാം, പക്ഷെ മോഡലിന്റെ പേര് മെൻഷൻ ചെയ്യരുത്. ഓക്കെ, ഇനി ഇൻ കേസ് നിങ്ങൾ മോഡലും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ വരാണ്, അല്ലെങ്കിൽ എക്സാമിന് ചെയ്യുന്ന സമയത്ത് സ്പെസിഫിക് മോഡൽ എനിക്ക് ഉപയോഗിക്കാൻ അറിയില്ല, അപ്പൊ തെറ്റായ മോഡൽ ഉപയോഗിക്കുന്നതിലും നല്ലത് ജനറൽ ആയിട്ട് ആൻസർ ചെയ്യുന്നത്. ഒന്നുകൂടെ പറയണം, തെറ്റായ മോഡൽ അപ്ലൈ ചെയ്യുന്നതിലും നല്ലത് ക്വസ്റ്റ്യൻ കണ്ടു, ഓക്കെ ഇവർക്ക് ഇതൊക്കെയാണല്ലോ വേണ്ടത്, ആ ഒരു ജനറൽ ആൻസറിങ് കോമൺ സെൻസ് ഉണ്ടല്ലോ, ആ കോമൺ സെൻസിന്റെ പുറത്ത് ആൻസർ ചെയ്യുന്നതാണ്. കാരണം തെറ്റായ മോഡൽ ആണെങ്കിൽ കാര്യങ്ങൾ മൊത്തം വേറെ പെർസ്പെക്റ്റീവിലായിരിക്കും ആൻസർ. അതിലും നല്ലത് സിനാരിയോയിൽ നിന്ന് ജനറൽ ആയിട്ട് എഴുതും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഇഫ് യു ആർ തറോ ദറ്റ് ഈ മോഡലാണ് ഈ ആൻസർ അപ്ലൈ ചെയ്യേണ്ടത് അത്ര ഉറപ്പാണെങ്കിൽ മാത്രം മോഡൽ എന്ന കോൺടാക്ട് ഫ്രെയിംവർക്ക് യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഗോ ഫോർ ജനറൽ. ഓക്കെ, മാർക്സിൽ വലിയ രീതിയിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്സ് കിട്ടുകയും ചെയ്യും, നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ ഗൈസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓൾമോസ്റ്റ് 26 പേജസ് ആയി. ഒരു 14 പേജസ്, ഓൾമോസ്റ്റ് ഒരു 12-13 പേജസ് കൂടെയാണ് നമ്മളുടെ ഈ ഒരു പെർട്ടിക്കുലർ സിനാരിയോ തന്നെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞാൽ ഇതാ 26 പേജസ് ആയി. നമ്മുടെ ഡീപ് ഡൈവില് ശരിക്കും 36 പേജസ് വരെ വരുന്നു. 36 പേജസ് വരെ നമുക്ക് പക്ക പ്രിസീൻ ഓറിയന്റഡ് ആയിട്ട് വരുന്നുള്ളൂ. ബാക്കി ലാസ്റ്റ് ഒരു 12-13 പേജസ് ജനറൽ സിലബസ് മാപ്പിംഗും കാര്യങ്ങളുമാണ്. അത് വളരെ എളുപ്പത്തിൽ പറഞ്ഞു തീരുന്ന കാര്യമാണ്. സോ 26 പേജസ് കഴിഞ്ഞു. എഗെയിൻ ഗോ ത്രൂ ഫ്രം ദ പേജ് നമ്പർ 1 ടു പേജ് നമ്പർ 26. നമ്മൾ ഇതുവരെ വായിച്ച ഫുൾ പേജും, എനിക്കറിയാം നിങ്ങൾ പലരും ഇന്നലത്തെ സെഷന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഓൾറെഡി വായിച്ചതായിരിക്കും, ബട്ട് നോ വറീസ്, വീണ്ടും വായിക്കാം. ഓക്കെ, എന്തായാലും ഡെയിലി രാവിലെയും വൈകുന്നേരം മരുന്നൊക്കെ കഴിക്കുന്നത് പോലെ പ്രിസീൻ ഫുൾ എന്നല്ല പറയുന്നത്, രാവിലെ ഒരു 10 പേജ് വായിക്കുക, ഉച്ചയ്ക്ക് ശേഷം ഒരു 10 പേജ് വായിക്കുക, നെക്സ്റ്റ് ഡേ വീണ്ടും രാവിലെ ഒരു 10 പേജസ്. ആ രീതിയിൽ കീപ് ഓൺ റീഡിങ് ദിസ് ഡോക്യുമെന്റ് എവറി ഡേ. ഈ ഒരു ഡീപ് ഡേ ഡോക്യുമെന്റ് എല്ലാ ദിവസവും വായിക്കുക, കാരണം ഇതിൽ ഓൾറെഡി പ്രിസീൻ ഉണ്ട്. ഓക്കെ, ആൻഡ് മേക്ക് ഷുവർ സപ്ലൈസ് എന്ന പാരഗ്രാഫ് നിങ്ങൾ പിന്നെ എപ്പോഴേലും കണ്ടു കഴിഞ്ഞാൽ, എക്സാമിന് മുന്നേ തലേ ദിവസം നിങ്ങൾ സപ്ലൈസ് എന്ന പാരഗ്രാഫ് ഉണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഓക്കെ, എന്നിട്ട് എക്സാം ഡേയിൽ അത് എഴുതരുത്. എക്സാം ഡേയിൽ എപ്പോഴും എഴുതാം, എന്താ എഴുതാം, സപ്ലൈസിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് എഴുതാൻ പാടുള്ളൂ. അല്ലാതെ ഞാനിത് പഠിച്ചു എന്നതുള്ളത് കൊണ്ട് എഴുതരുത് എന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു പ്രവണത കാണാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ എഴുതുകൊണ്ട് മാർക്ക് കിട്ടില്ല എന്തായാലും. ഓക്കെ, അപ്പോ നല്ല രീതിയിൽ പഠിക്കൂ. ഓക്കെ, സീ യു ഓൾ ഇൻ ടുമോറോ സെഷൻ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ.